Hello friends, good morning. We'll start ചെയ്യാല്ലേ? Okay, good morning. Good morning, sir. Good morning, good morning. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇന്നലെ സ്ട്രാറ്റജി കണ്ടിരുന്നു അല്ലേ? ഓക്കെ, മർബസു ക്യാൻഡിൽ അല്ലേ കണ്ടിട്ടുള്ളൂ? ആ 15 മിനിറ്റിന്റെ ഓപ്പൺ മാർക്ക് ചെയ്യുന്നു, 3 മിനിറ്റ്സിൽ പോയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബൈ ചെയ്യുന്നു അല്ലെ? അതിന്റെ സെൽ സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല, ബൈ സെറ്റപ്പ് ആണ് നമ്മൾ കണ്ടത് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്സുകൾ, നിഫ്റ്റി 50-യിലുള്ള 30 സ്റ്റോക്സുകൾ എല്ലാവരും ട്രേഡിംഗ് വ്യൂയിലേക്ക് ആഡ് ചെയ്തിരുന്നോ? അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നോ? ആരെങ്കിലും ചെയ്യാത്തുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നോ? ട്രേഡിംഗ് വ്യൂയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നോ? പറ്റാതിരുന്നിരുന്നോ? ഇല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. നിങ്ങൾ തന്നെ നോക്കാം, നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന സ്റ്റോക്സുകളിൽ 15 മിനിറ്റിന്റെ ചാർട്ട് എടുത്തിട്ട് ഏതെങ്കിലും മർബസു ക്യാൻഡിൽ, ബുള്ളിഷ് മർബസു ആയാലും കുഴപ്പമില്ല, ബാരിഷ് മർബസു ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു മർബസു ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ അവിടെ? ഇല്ല സർ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ നെറ്റ്വർക്ക് സ്ലോ ആണ്. എന്താണ്? കാണുന്നുണ്ട് അല്ലേ? ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, നെറ്റ്വർക്ക് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ നമുക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. വിട്ടുവിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി തുടങ്ങിയോ? ഇപ്പൊ നെറ്റ്വർക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പോ നമ്മൾ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് അതിൽ നിഫ്റ്റി 50 അല്ലെ, നിഫ്റ്റി 30 സ്റ്റോക്സുകളാണ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. 30 സ്റ്റോക്കാണ് നമുക്ക് ഇതിൽ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ പ്ലാനിൽ. അപ്പോൾ ഇതിൽ സിമ്പലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് ഇവിടെ ആദ്യം കാണിക്കും അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് 1 by 1 ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് പോവാം. ടൈം ഫ്രെയിം 15 മിനിറ്റ് ആക്കാൻ മറക്കരുത് അല്ലെ? ടൈം ഫ്രെയിം എവിടെയാണ് മാറ്റുന്നത് അറിയാലോ?
ഇവിടെ പോയിട്ട് 15 മിനിറ്റ് ആക്കാൻ മറക്കരുത്. ഓക്കെ, അത് സ്റ്റാർ ഇട്ട് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് ശേഷം 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്സുകൾ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. 96 95 ലൈനിൽ പറഞ്ഞിട്ടില്ല. നമ്മള് 96 എടുക്കാനാണ് പറഞ്ഞത്. ഒന്ന് ചോദിച്ചോ, 96 തന്നെ അല്ലേ പോകണ്ടായിരുന്നു എന്ന് ചോദിച്ചോ. ഇന്നലെ വൈകിട്ട് ഞാൻ മെസ്സേജ് വിട്ടത് 96 ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ് അവർക്ക് തന്നെയാണ് എടുത്തത്. അപ്പോ ജസ്റ്റ് ഇനി എന്നാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചാർട്ടുകൾ ഇതുപോലെ സ്വിച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഇന്നത്തെ ഡേറ്റ് കാണിക്കുന്നുണ്ടാവും താഴെ 17 അല്ലെ. ആ 17 നേരെയുള്ള ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ. രണ്ടാമത്തെ ക്യാൻഡിൽ പ്ലോട്ടായി തുടങ്ങി. 9:30 കഴിഞ്ഞാൽ 31 രണ്ടാമത്തെ ക്യാൻഡിൽ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് ഞാനിതിങ്ങനെ സ്വിച്ച് ചെയ്ത് പോവാം. നിങ്ങളപ്പോ മാക്സിമം മർബസു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒരു മർബസു ക്യാൻഡിൽ വിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയെങ്കിൽ പിന്നെ തിരക്കിടണ്ട. ഓക്കെ, അഡാനി പോർട്സ് എങ്ങനെയാണ്? അഡാനി പോർട്സ് മർബസു ക്യാൻഡിലാണോ? നമുക്ക് മർബസു ക്യാൻഡിലാവണമെങ്കിൽ 2 ക്രൈറ്റീരിയാസ് ആണ് വേണ്ടത്. ഒന്ന്, ആവറേജ് ക്യാൻഡിലിനേക്കാളും വലിയൊരു ക്യാൻഡിൽ വേണം അല്ലെ. ഒരു ആവറേജ് ക്യാൻഡിലിനേക്കാളും വലിയൊരു ക്യാൻഡിൽ. അപ്പൊ മാക്സിമം നിങ്ങൾ ഇടുമ്പോൾ ഇതുപോലെ ഈ വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അത് ഹൈഡ് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു 19 ക്യാൻഡിൽ കാണാവുന്ന തരത്തിൽ ചാർട്ട് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു ആവറേജ് ക്യാൻഡിലിന്റെ സൈസ് ഒന്ന് നോക്കുക. അതിലും വലുതാണോ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? മുകളിലത്തെ വിക്ക് ബോഡിയുടെ മിനിമം 5-1 താഴെ ആയിരിക്കണം. അത്ര വരാൻ പോകണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇത് മർബസു ക്യാൻഡിലാണോ? എന്താണ്? വലിപ്പമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂല് ആൽഫബറ്റിക് ഓർഡറിൽ ആഡ് ചെയ്തിട്ടാൽ വെറുതെ സ്പേസ് ബാർ അടിച്ചാൽ മതി, അടുത്ത ചാർട്ടിലേക്ക് സ്വിച്ച് ആവും അല്ലെ. ഇപ്പോ ഇതെങ്ങനെയാണ്? ഇത് ബാരിഷ് ക്യാൻഡിലാണ്, മർബസു അല്ല, താഴെയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് തന്നെയല്ല, ആവറേജ് ക്യാൻഡിലിനേക്കാളും ഒരു സൈസ് കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അത് നമുക്ക് വീണ്ടും സ്വിച്ച് ചെയ്യാം. ഇതെങ്ങനെയാണ്? ആവറേജ് ക്യാൻഡിലിനേക്കാളും കൂടുതൽ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ബുള്ളിഷ് മർബസു ആണ് അല്ലെ, ബോഡിയുടെ 5-1 മേലെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണും ക്ലോസും മാർക്ക് ചെയ്യണം. ഓപ്പൺ നമ്മൾ റെഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസ് നമ്മൾ ബ്ലൂ ആയിട്ട് മാർക്ക് ചെയ്യുന്നു അല്ലെ. പിന്നെ ഈ ബ്ലൂയുടെ മേലെ ഒരു 3 മിനിറ്റ്സിൽ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യാണ് 3 മിനിറ്റിലേക്ക്. 3 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി ബൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ തിരക്കിടണ്ട, നമ്മളിത് പരിശീലിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ കോൺസെപ്റ്റ്സുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അല്ലെ. ഇത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ദിനം പ്രതി അച്ചടക്കത്തോടു കൂടി ചെയ്യാന്നുള്ളതാണ്. അപ്പോ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നമ്മൾ ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുക? ഈ റെഡ് ലൈനിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് എത്രയാണ് വെക്കുക? സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ഇവിടെ നോക്കുക. 26 രൂപ 90 പൈസ. അത്ര തന്നെ മുകളിലേക്ക് ടാർഗറ്റ് വെക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കിയിട്ട് അത് 1 ആവണ വരെ നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എക്സ്റ്റെൻഡ് ചെയ്ത് 1 ആവണ വരെ കൃത്യം 1 തന്നെ കിട്ടണമെന്നില്ല. 1.01 0.99 അപ്രോക്സിമേറ്റ് അല്ലെ. അതൊന്ന് മൊത്തത്തിലൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അത് 1 കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇതൊരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനാണോ ടെയിൽ വീഴാനാണോ സാധ്യത? തുല്യമാണ് അല്ലെ.
അപ്പോൾ ഓൾമോസ്റ്റ് ഓരോ സ്ട്രാറ്റജികൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഇത് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം, ചിലപ്പോൾ ടാർജറ്റ് അടിച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ബിഗിനേഴ്സിന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാനും ഡിസിപ്ലിൻ കറക്റ്റ് ചെയ്യാനും ട്രേഡ് എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുശേഷം പതുക്കെ പതുക്കെ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നമുക്ക് പല പല എലമെന്റ്സുകൾ ബേസ് ചെയ്ത് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി കൂട്ടും. അതായത് നിഫ്റ്റി ഇന്ന് എങ്ങോട്ടാണ് പോകാൻ സാധ്യത, അപ്പൊ ഇന്ന് ബുള്ളിഷ് ട്രേഡ് എടുക്കണോ ബെയറിഷ് ട്രേഡ് എടുക്കണോ, അതിൽ തന്നെ പല പല റെസിസ്റ്റൻസുകൾ കട്ട് ചെയ്യണ സമയത്ത് എടുക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഫിഗറുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് നോക്കാനുള്ള ഒരു ശേഷി നിങ്ങൾ പതുക്കെ ഇംപ്രൂവൈസ് ചെയ്തെടുത്താലാണ് ഒരു ദിവസം നമ്മൾ ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ക്ലോസ് കഴിയുന്നതോടുകൂടി ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ 30 സ്റ്റോക്ക് നോക്കി തീരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് പക്കയായിട്ട് വെച്ചാലാണ് അത് തീരുള്ളൂ. എന്ത് ട്രേഡിംഗ് വ്യൂല് പ്രോപ്പറായിട്ട് സനിലെ തിരക്കിടണ്ട, നമ്മളിതെല്ലാം കണ്ടിട്ട് പോവുള്ളൂ. സ്റ്റോപ്പ് ലോസും ടാർജറ്റ് വെക്കുന്നതൊക്കെ നമ്മൾ കാണും കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എക്സിക്യൂഷൻ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോ നമുക്ക് കാണാം. അപ്പോ ഈ ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പൊ പതുക്കെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങളിൽ നമ്മൾ പുതിയ ഓരോ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരും. ഇതിനെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ളതിലേക്ക് കൊണ്ടുവരും. അപ്പൊ സാധാരണ നിലയ്ക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോ പറഞ്ഞ റൂൾസുകൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 55% വിന്നിങ് റേറ്റ് ആണ് കിട്ടുക. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് അത് ഏകദേശം ഒരു 58-60%ലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ 55% വിന്നിങ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് 50-50ക്ക് വളരെ അടുത്താണ് കിടക്കുന്നത് അല്ലെ. പക്ഷെ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 55 ട്രേഡ് വിജയിക്കുക, അതുപോലെ 45 ട്രേഡ് പരാജയപ്പെടുക. ഇതാണ് എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും, 10 ട്രേഡിന്റെ പ്രോഫിറ്റ് നമുക്ക് വരും അല്ലെ. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാവരും ട്രേഡിങ്ങിനെ കാണുന്നത്. അപ്പൊ ഇന്നതിപ്പോ വിജയിച്ചാലും ഇതിപ്പോ മുകളിലേക്ക് പോയി നമ്മൾ ടാർജറ്റ് അടിച്ചാലും പ്രത്യേകിച്ച് എക്സൈറ്റഡ് ആവേണ്ടതില്ല, ഹാപ്പി ആവേണ്ടതില്ല. ഇതിപ്പോ താഴത്തേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മൾ പ്രത്യേകിച്ച് എക്സൈറ്റഡ് ആവേണ്ടതില്ല, ഹാപ്പി ആവേണ്ടതില്ല, അല്ലെങ്കിൽ സാഡ് ആവേണ്ടതില്ല അല്ലെ. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ സാഡ് ആവേണ്ടതില്ല. ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 55% വിന്നിങ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വളരെ ഡിസിപ്ലിനിൽ ദിനം പ്രതി അടുപ്പിച്ച് 3-4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലോസ് വരും അല്ലെ. ഒരു 100 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അടുപ്പിച്ച് 3-4 അല്ല 6-8 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലോസ് വന്നേക്കാം. അപ്പൊ അങ്ങനെ വന്നാലും നമ്മൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഓക്കെ, അപ്പോ എൻഡ് ഓഫ് ദ ഡേ 100 ട്രേഡിന് ശേഷം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ട്രേഡേഴ്സ്, അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ട്രേഡേഴ്സ് മന്ത്ലി പ്രോഫിറ്റ് ഇവാലുവേഷൻ നടത്തരുത്. ഒരു എന്താ പറയാ 2 ക്വാർട്ടർ കൂടുമ്പോഴോ അല്ലെങ്കിൽ ആനുവലി നടത്തിയാൽ ബെസ്റ്റ്. ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 240 ട്രേഡ് അല്ലെ. അതല്ല ഒരു ദിവസം 2 ട്രേഡ് വെച്ച് ചെയ്യുന്ന സ്ട്രാറ്റജികളാണെങ്കിൽ ഏകദേശം ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഇവാലുവേഷൻ നടത്താം. ചില സ്ട്രാറ്റജികൾ സ്കാൽപ്പേഴ്സ് ഒരു ദിവസം 3-4 ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ക്വാർട്ടർലി ഇവാലുവേഷൻ നടത്താം. അപ്പൊ എപ്പോഴും നമ്മൾ മിനിമം ഒരു 100 ട്രേഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ എത്ര വിന്നിങ് റേറ്റ് ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോ അതിനെയാണ് നമ്മൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയാം. അതായത് അപ്പൊ ഇത് ഇന്ന് നിങ്ങളെല്ലാ 96-ലെ മിക്ക സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഒരു 3-4 പേര് മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിത് 1-2 ദിവസം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട വരും ഈ ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ഹെഡ് ഓർ ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി 50% ആണ് അല്ലെ. പെർസെന്റേജ് വൈസ് നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കുമ്പോൾ 50% ആണ്. പക്ഷെ ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ആ 50% കിട്ടാറുണ്ടോ? 50% കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം ഹെഡ് വീഴണം? 5 പ്രാവശ്യം ഹെഡ് വീഴണം അല്ലെ. കൃത്യം 5 പ്രാവശ്യം തന്നെ ടെയിലും വീഴണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്, 10% ഉള്ളൂ. ബാക്കി 90% അത് 50-50 കിട്ടില്ല. അത് വേണമെങ്കിൽ 6-4 ആവാം, 7-3 ആവാം, 8-2 ആവാം, 9-1 ആവാം, പിന്നെ എത്രയാണ് 10-0 ആവാം. അപ്പൊ ഇതിനെല്ലാത്തിനുള്ള സാധ്യത ഈക്വൽ ആണ്. 10-0, 10 പ്രാവശ്യം ഹെഡ് വീഴാനും 1 പ്രാവശ്യം ടെയിൽ വീഴാനുള്ള അതേ സാധ്യത തന്നെ മാത്തമാറ്റിക്കലി 5 പ്രാവശ്യം ഹെഡ് വീഴാൻ 5 പ്രാവശ്യം ടെയിൽ വീഴാനുണ്ട്. ചിന്തിക്കുക, 10 പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ കഥയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരെ മറിച്ച് ഒരു 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ ആ ഹെഡ് ഓർ ടെയിൽ എന്ന് പറയുന്നത് 40-നും 60-നും ഇടയ്ക്ക് നിൽക്കും.
അപ്പൊ ഞാനിത് ലൈവ് സെമിനാറുകളിൽ കോയിൻസ് സ്റ്റുഡൻസിന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് കോയിൻസ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാറുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു നോട്ട്ബുക്കും പേന എടുത്തിട്ട് അത് എഴുതി വെക്കുക. ഓരോ 10 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ അതിൽ എത്ര പ്രാവശ്യമാണ് ഹെഡ് ഓർ ടെയിൽ വീഴുന്നതെന്ന് എഴുതി വെക്കുക. അപ്പൊ ആ ഒരു ഫാക്ട് നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ആവും. എന്ത് പല പ്രാവശ്യം 5-5 കിട്ടില്ല, 6-4, 7-3 മാറി മാറി ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഒരു 10 സെറ്റ് കഴിയുമ്പോൾ 10 പ്രാവശ്യം വെച്ച് 10 സെറ്റ്, അതായത് 100, 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു നോട്ട്ബുക്കും പേന ഉണ്ടെങ്കിൽ. അപ്പോ 100 പ്രാവശ്യം കഴിയുമ്പോൾ ഇതിലെ ഹെഡ്സുകളെല്ലാം കൂടി കൂട്ടുക, അതുപോലെ ടെയിലുകളെല്ലാം കൂടി എണ്ണ. നിങ്ങൾ നോക്കിക്കോ, 99% സമയം അത് 40-നും 60-നും ഇടയ്ക്ക് നിൽക്കുന്നതാണ് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് 50-50യിലേക്ക് അടുക്കും. അപ്പൊ ഒരു 500 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 45-നും 55-നും ഇടയ്ക്ക് നിൽക്കുന്ന പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിന്റെ റൈറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ. അപ്പൊ ഉടനെ തന്നെ ചെയ്തു നോക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിനെയും കാണേണ്ടത്. അതായത് നമ്മളൊരു സ്ട്രാറ്റജി 55 ആവട്ടെ 60 ആവട്ടെ, സാധാരണ നിലയ്ക്ക് ഒരു നല്ല സ്ട്രാറ്റജിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 55-60% വിന്നിങ് റേറ്റ് ഉണ്ടാവുമെന്നാണ് പറയാം. 60% വിന്നിങ് റേറ്റിൽ കൂടുതൽ കിട്ടാനും ടഫാണ്. നല്ലൊരു സ്ട്രാറ്റജി ആണെങ്കിൽ മിനിമം ഒരു 55% വേണം. അല്ലെങ്കിൽ നമുക്ക് ചാർജസ് ഒക്കെ കോപ്പപ്പ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റബിൾ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ, വളരെ സ്ട്രഗിൾ ആയിരിക്കും. അപ്പൊ ഒരു ഡീസെന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 55% വിന്നിങ് റേറ്റ് മതി. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാം. 60% വിന്നിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40 ട്രേഡ് പരാജയപ്പെടുമ്പോൾ 40 ട്രേഡ് വിജയങ്ങളായിട്ട് ക്യാൻസൽ ആയിട്ട് ബാക്കി 20 ട്രേഡിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടണം 100 ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഒരു ദിവസം 2 ട്രേഡ് വെച്ച് ചെയ്യുന്ന സ്ട്രാറ്റജികൾക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് ഒരു ദിവസം ഒറ്റ ട്രേഡ് ഉള്ളൂ, വെരി സിമ്പിൾ സ്ട്രാറ്റജി. ഒരു ദിവസം കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് 2 ട്രേഡ് വെച്ച് ചെയ്യുന്നവർക്ക് 60% വിന്നിങ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, 2.5 മാസം കൊണ്ട് 100 ട്രേഡ് ആവും, അല്ലെ? 2.5 മാസമാണ് 50 വർക്കിംഗ് ഡേയ്സ്. അപ്പൊ 100 ട്രേഡില് 20, നമ്മൾ 1% റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 20%, 2.5 മാസം കൊണ്ട് 20% എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്രയാണ്? 8% കിട്ടും, അല്ലെ? അപ്പൊ ഇതിന്റെ കുട്ടൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ 1% റിസ്ക് എടുക്കുന്നതിന് വരെ 2% എടുത്താലോ മാസം 16% കിട്ടും. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ? മാസം 16% കിട്ടുന്നേക്കാൾ കൂടുതൽ ആരും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിനെ കാണേണ്ടത്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? വോയിസ് മിസ്സാവുന്നുണ്ടോ? വ്യക്തമാകുന്നുണ്ട് അല്ലെ? ഇവിടെ യു ലോസ്റ്റ് യുവർ നെറ്റ്വർക്ക് കണക്ഷൻ, ട്രൈ ടു റീകണക്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻ റെക്കോർഡിംഗ് മിസ്സാവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അതായത് അത് വോയിസ് പിന്നീട് മിസ്സാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീഡിയോ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിലേ, വീഡിയോ എന്താണ് പറയുക, വീഡിയോ ബഫറിങ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് കാണാൻ പറ്റുന്നില്ല, വെട്ടി വെട്ടി കാണണം, അല്ലെങ്കിൽ റെസൊല്യൂഷൻ കുറയണമെങ്കിൽ ഒന്ന് ഓർമ്മിച്ചോളൂ. നോക്കാം, ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സാധാരണ നെറ്റ്വർക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ കാണിക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ ട്രേഡിങ്ങിനെ കാണാൻ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് സ്ട്രാറ്റജികൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് പല ടെംപ്റ്റേഷൻ ഉണ്ടാവും. താഴത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴ്ത്തി വെക്കാം എന്നുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ ഇതൊക്കെ ബിഗിനേഴ്സിന് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊന്നും മാറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും 1:1 എടുക്കാൻ പറയില്ലല്ലോ. ആ മാക്സിമം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് തിരിയുമ്പോൾ വിട്ടാൽ മതി എന്ന് പറയല്ലോ. അപ്പോൾ 1:1 ചെയ്താലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് വാല്യുവേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങളൊരു 20 ദിവസം ട്രേഡ് ചെയ്തു, 12 ദിവസം വിജയിച്ചു, 8 ദിവസം പരാജയപ്പെട്ട പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നു, അല്ലെ? അപ്പോൾ വാല്യുവേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ് 1:1. ഇനി 1:1 പകരം നമ്മൾ 1:2 വെച്ച് ചെയ്താലും കുറച്ച് പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടാവും പല സ്ട്രാറ്റജികൾക്കും, പക്ഷെ വലിയ പ്രോഫിറ്റിൽ വ്യത്യാസം കണ്ടുവരാറില്ല. പല ആൾക്കാരും പറയാം 1:1 ഒരുപാട് വ്യത്യാസം ഉണ്ടാവും 1:2 ചെയ്താൽ എന്ന് പറയും. പക്ഷെ റിയാലിറ്റിയിൽ വലിയ വ്യത്യാസം കണ്ടുവരാറില്ല. പക്ഷെ ചെയ്യാൻ വളരെ എളുപ്പം 1:1 ആണ്. കാരണം 1:2 ചെയ്യണമെങ്കിൽ 1:2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ 26 രൂപ റിസ്ക് എടുക്കുന്നതിന് പകരം 52 രൂപ, അല്ലെ? 1:2 എന്ന് പറയുമ്പോൾ 52 രൂപ ടാർഗറ്റ് വെച്ചാലുള്ള പ്രശ്നം
പലപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ടെൻഡൻസി കൂടും. കാരണം സ്റ്റോപ്പ് ലോസ് അടുത്താണ് ഇരിക്കുന്നത്. ടാർജറ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ടാർജറ്റ് അകലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി അപ്രോക്സിമേറ്റ്ലി ഒരു 33% ടൈമാണ് ടാർജറ്റ് അടിക്കുള്ളൂ. 66% ടൈം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടും, പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എത്രയാണോ അതിന്റെ അഡ്ജ് തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 1:2 എടുക്കാൻ നോക്കിയുള്ള പ്രശ്നം, കൂടുതൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1:1 ചെയ്താൽ തന്നെ ഒരു 100 ട്രേഡ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു 6 മുതൽ 10 പ്രാവശ്യം വരെയാണ് കോൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് വരുമെന്ന് പറയപ്പെടുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ട്രേഡേഴ്സും പറയുന്ന കാര്യമാണത്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ ഈ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഒരു 100 ദിവസം കഴിഞ്ഞ 100 ദിവസത്തേക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. അല്ലെങ്കിൽ ഇതിന് ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മതി. ഒരു 55% വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ഒരു 100 പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര പ്രാവശ്യം കോൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് വന്നേക്കാം, എത്ര പ്രാവശ്യം കോൺസിക്യൂട്ടീവ് ആയിട്ട് പ്രോഫിറ്റ് വന്നേക്കാം? 90% ഓഫ് ദ ടൈം. 10% എക്സെപ്ഷണൽ കേസ് ആണ്. അപ്പോൾ ചാറ്റ് ജിപിടി നമുക്ക് പറഞ്ഞു തരും. ഓൾമോസ്റ്റ് 6 to 10 ടൈംസ് ഓൾമോസ്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. 6 to 10 ടൈംസ് ഓൾമോസ്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ട് പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ട്രേഡിംഗിലേക്ക് കടക്കുമ്പോൾ, ലൈവ് ട്രേഡിംഗിലേക്ക് കടക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. പ്രോബബിലിറ്റി ഈസ് സോ വിയേർഡ്. ഇപ്പൊ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അങ്കമാലിയിൽ ആലുവയ്ക്കുള്ള ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും പോണ ബസ്സൊക്കെ ചാലക്കുടിക്ക് പോണേന്ന്, KSRTC അല്ലെ. ഇനിയിപ്പോ ചാലക്കുടിക്കുള്ള ബസ് കാത്തു നിന്നാല് നമുക്ക് തോന്നും പോണ ബസ്സൊക്കെ ആലുവയ്ക്കാണ് പോണേന്ന്. കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബസ്സുകൾ പാസ് ചെയ്യാനുള്ള സാധ്യത തുല്യമാണ്. കാരണം അങ്ങോട്ട് പോണ ബസ് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, വേറെ ബസ് ഇറങ്ങുന്നില്ല അല്ലെ. പക്ഷെ ഈ കൂട്ടമായിട്ട് എന്തുകൊണ്ടാണ് ബസ്സുകൾ പോകുന്നത്? അതാണ് പ്രോബബിലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കോയിൻ ടോസ് ചെയ്താലും അറിയാം, ചാറ്റ് ജിപിടിയോട് ചോദിച്ചാലും അറിയാം. എന്തായാലും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരാം അല്ലെ. ഞാൻ നാളെ ചോദിക്കും, 100 പ്രാവശ്യം കോൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ എത്ര പ്രാവശ്യം അടുപ്പിച്ച് ഹെഡ് ഓർ ടൈൽ വീണു? അതല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. 100 പ്രാവശ്യം അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്താൽ, അല്ലെങ്കിൽ 55% വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി വെരി സിമിലർ ടു എ കോയിൻ ടോസ് അല്ലെ. ഒരു 80% 90% വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇത്ര ലോസ് വരില്ല. അപ്പോഴും വരും 2-3 ലോസ് ഒക്കെ അല്ലെ. 80% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിലും 100-500 പ്രാവശ്യമൊക്കെ ട്രേഡ് ചെയ്ത് പോകാനിടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ കോൺസിക്യൂട്ടീവ് ആയിട്ട് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 80% വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി, അതറിയാവുന്ന വ്യക്തി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മുക്കിക്കളയും. കാരണം അത്രമാത്രം പൈസ ആയിരിക്കും നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു ട്രേഡിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇത് മുകളിലേക്ക് പോയാലും ഒന്നുമില്ല, താഴത്തേക്ക് പോയാലും ഒന്നുമില്ല. നമ്മളൊരു 100 ട്രേഡ് ചെയ്യുന്നു, അതിൽ 55 ട്രേഡ് വിജയിക്കാൻ നോക്കുന്നു, ആ 10 ട്രേഡിന്റെ പ്രോഫിറ്റ് നമ്മൾ കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയുടെ കേസാണ് പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി 55%. കുറച്ചും കൂടിയും ലക്ഷണങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക് അപ്രോക്സിമേറ്റ്ലി 58 to 60% വിന്നിംഗ് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ എക്സിക്യൂഷൻ പാർട്സിലേക്ക് കിടക്കാം. അപ്പൊ റൂൾസ് മനസ്സിലായല്ലോ. 15 മിനിറ്റിന്റെ ബോഡി മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ 3 മിനിറ്റ്സിലേക്ക് വന്നിട്ട് ആ ക്ലോസിന് മേലെ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ബ്ലൂ ലൈനിന്റെ മേലേക്ക് കയറുമ്പോൾ ബൈ ചെയ്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യണം. അത് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ആവണമെന്നില്ല, 2-3 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാവാം. അപ്പോഴാണ് നമ്മൾ ബൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇനി സെല്ല് എങ്ങനെയായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഒരു റെഡ് ക്യാൻഡിൽ മറുവശമാണെങ്കിൽ അതിന്റെ താഴെ ഒരു 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പൊ ഇതുപോലെ തന്നെ റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണും അതുപോലെ തന്നെ ക്ലോസും വരച്ചു വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെഡ് ക്യാൻഡിലിന്റെ ഓപ്പൺ എവിടെയാണ്? മുകളിലാണോ താഴെയാണോ? റെഡ് ക്യാൻഡിലിന്റെ ഓപ്പൺ മുകളിലായിരിക്കോ താഴെയായിരിക്കോ? അല്ലെ. അപ്പൊ മുകളിലാണ് നമ്മൾ റെഡ് ലൈൻ വരയ്ക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. താഴെയുള്ളത് റെഡ് ക്യാൻഡിലിന്റെ ക്ലോസ് ആണ് നമ്മൾ ബ്ലൂ ലൈൻ ആയിട്ട് വരയ്ക്കേണ്ടത്. അതിനെ ക്രോസ് ചെയ്യുമ്പോൾ, താഴേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബൈ സെറ്റപ്പ് മനസ്സിലാക്കി, പിന്നെ ട്രേഡിംഗ് എക്സിക്യൂഷൻ ഒക്കെ എടുത്ത് ഒന്ന് പ്രാക്ടീസ് ആയിട്ട് വീണ്ടും സെൽ സെറ്റപ്പിലേക്ക് വരാം അല്ലെ.
അപ്പൊ ഇപ്പൊ നമ്മൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കേണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചൊക്കെ ഒന്ന് വൈകിട്ടുണ്ടാവാം. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 2 ആഴ്ചയിലേക്ക് നിങ്ങൾ പ്രോഫിറ്റിനെ കുറിച്ച് മറന്നേക്ക്, എക്സിക്യൂഷൻ പ്രോസസ്സിൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കാം. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്കിന്റെ വില എത്രയാണ്? ഏകദേശം 2693 രൂപയാണ്. അപ്പൊ ഏകദേശം ഒരു 500 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിയൽ ട്രേഡ് ചെയ്യാം, അല്ലെ? 600 രൂപ, 500 രൂപ, 500 ചില രൂപയ്ക്ക് ഉണ്ടെങ്കിൽ റിയൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏഷ്യൻ പെയിന്റ്സ് ക്ലിക്ക് ചെയ്യുക, Ctrl+C അടിച്ചിട്ട് ആ സിമ്പിൾ കോപ്പി ചെയ്യുക. മൊബൈലിലാണെങ്കിൽ അത് ഓർത്ത് വെച്ച് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് സെർച്ചിൽ പോയിട്ട് ഇവിടെ ഒരു ലെൻസിന്റെ പടം ഉണ്ടായിരിക്കും, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് പരിശീലിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ അത് സ്പെല്ലിംഗ് തെറ്റ് കൂടാതെ അടിക്കുക. തെറ്റടിച്ച് ചിലപ്പോൾ ഇതിൽ കാണിക്കില്ല. അതിനുശേഷം ബൈ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആക്കാം. പിന്നീട് എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മളൊന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ആക്കി വെച്ചാൽ നല്ലതാണ്. ഇതിൽ കുറെ സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട്, അവിടെ കിടന്നോട്ടെ. എന്താ ഫസ്റ്റ് വാച്ച് ലിസ്റ്റിൽ നമ്മൾ അവസാനം ഇട്ടത് ആദ്യം വന്നിട്ടുണ്ട്. അതിൽ ബൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെ? അപ്പോ ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ക്ലാസ് കിട്ടിയിരുന്നോ? മുമ്പ് എപ്പോഴെങ്കിലും കിട്ടിയിരുന്നോ? ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറുടെ പാനൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എവിടേക്കാണ് കിടക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ ബൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ബ്രോക്കറുടെ ഈ പാനൽ ഇതിന്റെ മൊബൈൽ വെർഷനിൽ നിങ്ങൾ ട്രേഡ് ചെയ്താലും മതി, ലാപ്ടോപ്പില്ലാത്തവർ ഇതിന്റെ മൊബൈൽ വെർഷനിൽ ട്രേഡ് ചെയ്താലും മതി. ലാപ്ടോപ്പ് ഉള്ളവർക്കും വേണമെങ്കിൽ മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും കംഫർട്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇത് വെബ് യൂസ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും മൊബൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു കോപ്പി തന്നെയാണ് ഓൾമോസ്റ്റ്. ഇത് ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആണോ? ഇന്ത്യയിൽ നിന്ന് മാത്രമാണോ ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുക? മിക്ക രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സും ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. പുറത്തുള്ളവർക്കാണെങ്കിൽ പുറത്തുള്ള ബ്രോക്കേഴ്സിനെ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇപ്പൊ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സിന്റെ ലിസ്റ്റ് കിട്ടുന്നതാണ്. ഇവിടെ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ട്രേഡ് ചെയ്യാം, നോ പ്രോബ്ലം. സോറി, ഇവിടെ അക്കൗണ്ട് എടുത്തിട്ട് പുറത്ത് പോയിട്ട് ട്രേഡ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തുനിന്ന് യൂസ് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ പുറത്ത് NRIസിന് ഇൻട്രാഡേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഇൻട്രാഡേ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ ഫാദറിന്റെ പേരിലോ മദറിന്റെ പേരിലോ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും അവൈലബിൾ അല്ല, സ്വിംഗ് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ബ്രോക്കറുടെ ടെർമിനലിന്റെ മെയിൻ പേജ് ആണ് കാണുന്നത്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഹോം പേജ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെയാണ് നമുക്ക് സ്റ്റോക്സുകൾ ആഡ് ചെയ്യാനുള്ള വാച്ച് ലിസ്റ്റ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പല പല വാച്ച് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് വാച്ച് ലിസ്റ്റുകളാണത്. അപ്പോൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രാഡേ സ്റ്റോക്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാവും. നമുക്ക് കയ്യിലുള്ള പൊസിഷൻസ് ഇടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലിസ്റ്റ് ഉണ്ടാവും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വേറൊരു ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല ലിസ്റ്റുകൾ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിലൊരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ മൈ ഇൻട്രാഡേ വാച്ച് ലിസ്റ്റ്, അല്ലെ? എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്തു. അപ്പൊ മൈ ഇൻട്രാഡേ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ കാണിക്കും. അപ്പോൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അപ്പോൾ വേറെ സ്റ്റോക്കുകളൊന്നും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ ചെയ്യാനുള്ള സ്റ്റോക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാഗിന്റെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഫ്ലാഗ് കണ്ടോ? അത് ഓൾറെഡി ഇതുപോലെയാണ് കിടക്കുക, വൈറ്റ് ആയിട്ടാണ് കിടക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്താൽ പിന്നെ ബ്ലാക്ക് ആവും, അതായത് ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത് കിടക്കണം. മൾട്ടിപ്പിൾ സ്റ്റോക്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ 3-4 സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ട വന്നേക്കാം. കാരണം എന്താ, ഒരു ബുള്ളിഷ് മർബസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഹൈ കട്ട് ചെയ്യുന്നില്ല. അപ്പുറത്ത് വേറൊരു ബാരിഷ് മർബസ് ഉണ്ട്, അതിന്റെ ലോ കട്ട് ചെയ്യാറായി. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ 2-3 എണ്ണം നോക്കിയിരുന്നാലാണ് ഒരെണ്ണം കട്ടാവുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 സ്റ്റോക്സുകളിൽ ആഡ് ചെയ്യേണ്ട വന്നേക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോ നിഫ്റ്റി 50യുടെ ഇപ്പോഴത്തെ പ്രൈസ് ആണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ എന്നുള്ള ഒറ്റ ലുക്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. പക്ഷെ ഒരിക്കലും മാർക്കറ്റ് ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് ആവണമെന്നില്ല, ഇവിടെ റെഡ് ആയതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ബാരിഷ് ആവണമെന്നില്ല. പക്ഷെ സിമ്പിൾ വ്യൂ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതുപോലുള്ള ഇൻഡെക്സുകളുടെ വാല്യൂസ് പോസിറ്റീവ് ആണെന്നുള്ളത് ഒറ്റ ലുക്കിൽ മനസ്സിലാക്കാം. ഏതൊക്കെ സെക്ടേഴ്സ് ആണ് പോസിറ്റീവ് ആണെന്നുള്ളത് നെഗറ്റീവ് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഓടിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡാഷ്ബോർഡിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ട് എടുക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ട് എടുക്കാൻ ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുക. നമുക്ക് ഇതിനുള്ളിലും ഈ ചാർട്ടിലേക്ക് പോവാം. ഇവിടെ ഒരു ചാർട്ടിന്റെ ഒരു ആരോ
സിമ്പിൾ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രേഡിംഗ് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ തന്നെ ചാർട്ട് ഇവിടെയും കിട്ടും. അപ്പോൾ നമ്മൾ തൽക്കാലം അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ രണ്ട് സോഫ്റ്റ്വെയറും രണ്ടെണ്ണമായിട്ട് നോക്കുകയാണ് നല്ലത്. നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റോക്കും ട്രേഡ് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂ തന്നെ മാറി മാറി നോക്കുകയാണ് നല്ലത്. ഇതെപ്പോഴും ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഓൾട്ട് പ്ലസ് ടാബ്. നമ്മുടെ ലാപ്ടോപ്പിൽ ഓൾട്ടും ടാബും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യണതായിരിക്കും ബെറ്റർ. രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു പൊസിഷൻ ബൈ ഓർ സെല്ല് ചെയ്താൽ പിന്നെ നമുക്കത് ഓർഡേഴ്സിലേക്ക് പോയാൽ കാണാൻ പറ്റും, പൊസിഷൻസിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു പൊസിഷൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊസിഷൻസിലാണ് കാണിക്കുക, നമ്മൾ ഇടുന്ന ഓർഡേഴ്സ് ഒക്കെ ഓർഡേഴ്സിലാണ് കാണിക്കുക. അപ്പൊ നമുക്കതൊന്നും ഒരു ട്രേഡ് എടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് ബൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു വിൻഡോനെ പറയുന്ന പേരാണ് ഓർഡർ വിൻഡോ. അപ്പൊ ഇതിൽ കുറച്ച് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പല സാഹചര്യത്തിലും ഇത് മനസ്സിലാക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പൊ ഈ ഒരു ബ്രോക്കറുടെ പാനൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഓർഡർ വിൻഡോ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അതിലുള്ള പല പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന് അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ഇപ്പോഴത്തെ ഇതിന്റെ കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഏഷ്യൻ പെയിന്റ്സ് 26.91.10. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ക്ലിക്ക് ചെയ്തു, അറിയാതെ ബൈ ക്ലിക്ക് ചെയ്തു, പക്ഷെ നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്വിച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബൈ ആണല്ലോ ചെയ്യേണ്ടത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറന്നു പോവാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഡെലിവറി ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രാഡേക്ക് സ്വിച്ച് ചെയ്തിടണം അല്ലെ. അപ്പൊ ഇൻട്രാഡേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ലിവറേജ് കിട്ടുള്ളൂ. അതായത് ആക്ച്വലി സ്റ്റോക്കിന് നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിൽ, ഫുൾ പൈസ കൊടുത്ത് ഈ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 2693 രൂപ ഇപ്പോഴത്തെ പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഇൻട്രാഡേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമാണ് ഈ വില അവിടെ കുറയുള്ളൂ. 539 രൂപയ്ക്ക് നമുക്ക് ഈ ട്രേഡ് ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ലിവറേജ് കിട്ടില്ല. അപ്പൊ നമ്മൾ പൊസിഷൻ സൈസിങ് ഒക്കെ പിന്നീട് നോക്കിയിട്ട് നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ സമയത്ത് ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് മറക്കണ്ട. സാർ ഈ മൊബൈലിനകത്ത് എവിടെയാണ് സാറേ ഇത് ഇൻട്രാഡേ സെലക്ട് ചെയ്യുന്നത്? മൊബൈലിനകത്ത് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ബട്ടൺ കാണും. ആ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡെലിവറി ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ സ്ക്രീൻ എടുക്കുന്ന സമയത്ത് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SL ഓർഡർ, SLM, പേ അങ്ങനൊക്കെ കാണിക്കുന്നത്. ഇൻട്രാഡേ ഡെലിവറി കാണിക്കുന്നില്ലേ? ഇല്ല, കാണിക്കുന്നില്ല. സാധാരണ കാണിക്കാറുണ്ടല്ലോ. കാരണം ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോൾ അത് ഇന്നത്തെ ഒരു ദിവസത്തേക്കാണോ ക്യാഷ് മാർക്കറ്റിലാണോ എന്നുള്ളത് കാണിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അത് ഫസ്റ്റ് സ്റ്റോക്ക് തന്നെ സാറേ. കാണിക്കുന്നുണ്ട്. ബൈയില് ക്ലിക്ക് ചെയ്താലും അത് പക്ഷെ എന്തേ കാണിക്കുന്നില്ല. ഏറ്റവും ടോപ്പില് NSEയുടെ വില കണ്ടോ? ഈ വില അവിടെ കാണിക്കുന്നുണ്ടോ? വില കാണിക്കുന്നുണ്ട്. അതിന് താഴെ ഒരു ഗ്രീൻ ലൈൻ ഇല്ലേ? ഇല്ല, അവിടെ ക്വാണ്ടിറ്റി ഇത് മാത്രം കാണിക്കുന്നത്. ക്വാണ്ടിറ്റിക്ക് മേലെ ക്വാണ്ടിറ്റിയുടെ തൊട്ട് മേലെ ഡെലിവറി ഇൻട്രാഡേ എന്നാണല്ലോ. ഒന്നും കാണിക്കുന്നില്ല സാറേ, ഒന്നും കാണിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യോ, എന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും, ഞാൻ ഒന്ന് ചോദിക്കാം. ഓക്കെ സാർ. ഇവിടെ ഇതിന്റെ ടെക്നിക്കൽ ടീമിനോടൊന്ന് ചോദിക്കാം. എനിക്ക് ചിലപ്പോൾ ടെക്നിക്കൽ എറർ ആവാം, സാധാരണ എനിക്ക് കാണിക്കാറുള്ളതാണ്. ഓക്കെ, ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1 ക്വാണ്ടിറ്റി ഒക്കെ ബൈ ചെയ്യാൻ പറ്റുമോ, അല്ലെ ബൾക്കായിട്ട് എടുക്കണം? വേണ്ട, 1 ക്വാണ്ടിറ്റി ബൈ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 1 ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിൽ പ്രോഫിറ്റബിലിറ്റി പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇപ്പൊ നമ്മൾ ഇടുന്നു, ചിലപ്പോൾ തെറ്റ് പറ്റും, ചിലപ്പോൾ വീണ്ടും ഇടേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് 1 ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ 4 ഓർഡർ ടൈപ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കും. സാറേ ഒരു മിനിറ്റ്, പറഞ്ഞു. ഇതില് ഞാൻ ലാപ്ടോപ്പിലൊക്കെ നോക്കണേ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡില് ഹോൾഡിങ്സ് തൊട്ടാ കാണിക്കണേ, സ്റ്റോക്ക് എന്നുള്ളത് കാണിക്കുന്നില്ലേ? സ്റ്റോക്ക് അപ്പൊ എവിടുന്ന് സെലക്ട് ചെയ്യണ്ടത്? ഹോൾഡിങ്സ് തൊട്ടാണ് കാണിക്കുന്നത്. ഡെസ്ക്ടോപ്പിലല്ലേ ഉദ്ദേശിച്ചത്? കമ്പ്യൂട്ടറിലല്ലേ? കമ്പ്യൂട്ടറിൽ ഇതുപോലെ തന്നെയല്ലേ സ്റ്റോക്കിന്റെ ഹോം പേജ് കാണിക്കുന്ന ഡാഷ്ബോർഡ്? ഇതുപോലെ തന്നെയല്ലേ കാണിക്കുന്നത്? അതിൽ നമ്മള് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോ ഈ ഒരു ഏഷ്യൻ പെയിന്റ്?
വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുമ്പോ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ ഈ ഒരു ഓർഡർ വിൻഡോ വരുന്നില്ലേ? അല്ല ഇപ്പൊ സാർ ഇവിടെ ഏഷ്യൻ പെയിന്റ്സ് എന്നുള്ളത് ഇവിടെ വന്ന് കിടക്കണില്ലേ? ആ അങ്ങനെ വരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഓർഡർ വിൻഡോ ആണോ ഉദ്ദേശിച്ചേ? ഈ ഒരു ഓർഡർ വിൻഡോ ആണോ ഉദ്ദേശിച്ചേ? ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഒരു വിൻഡോ അല്ലേ സാറിന്റെ? ഇപ്പൊ മൈ ഇഞ്ച് പറഞ്ഞിട്ട് കിടക്കണില്ലേ? മനസ്സിലായി. ഇവിടെ കാണുന്നില്ല അല്ലേ? ഹോൾഡിങ്സ് തൊട്ടാണ് കാണിക്കുന്നത്. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ ലെൻസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അവിടെ ഏഷ്യൻ പെയിന്റ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം, നമ്മൾ കോപ്പി ലെൻസിന്റെ ബട്ടൺ ഇല്ല അവിടെ. എന്താണ് ക്ലിയർ ആയില്ല? ഒന്നുകൂടി ലെൻസ് ബട്ടൺ ഇല്ല. ഈ ഫ്ലാഗിന്റെ ബട്ടൺ കാണിക്കില്ല. ലെൻസ് ബട്ടൺ കാണുന്നില്ല. ഓ ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടി പറയാമോ? ഇല്ല. എന്ത് കാണുന്നില്ല? ഒന്ന് ലെൻസിന്റെ ബട്ടണും ലെൻസ് ബട്ടണും കാണുന്നില്ല. ലെൻസ് ബട്ടൺ കാണുന്നില്ലേ? ഈ ഒരു പേജിൽ തന്നെയല്ലേ നിൽക്കുന്നത്? ഫസ്റ്റ് സ്റ്റോക്ക് കാണിക്കുന്നു, ബീറ്റ ഡാഷ്ബോർഡ്. അതെ അതെ അതെ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ലെഫ്റ്റിൽ കണ്ടോ, ഇത് മാറി കിടക്കണ്ടാവും. ഡാഷ്ബോർഡില് ഇത് മാറി കിടക്കണ്ടാവും ചിലപ്പോ. എന്നാലും കാണുന്നതാണ്. ഇവിടെ എന്തായാലും ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നതാണ് ലെൻസ് ബട്ടൺ. ഒരു കാര്യം ചെയ്യൂ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇടൂ. ഞാനൊന്ന് നോക്കട്ടെ. ഇവിടുത്തെ ഈ ഫസ്റ്റ് സ്റ്റോക്കിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്, ആളുടെ ഒന്ന് ചോദിക്കട്ടെ. ബാക്കിയെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഡാഷ്ബോർഡ്, ഓർഡേഴ്സ്, പൊസിഷൻ, ഹോൾഡിങ്സ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കി അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഹോൾഡിങ്സ് എന്നുള്ളതാണ് തുടങ്ങണേ. സ്റ്റോക്ക് എന്നുള്ളത് കാണിക്കണില്ല അവിടെ. അപ്പോ ഈ ഒരു ചെറിയൊരു ഏരോ മാർക്കില്ലേ സാർ? ഈ മൈ ഇഞ്ച് അതിലാ ഹോൾഡിങ്സ് തൊട്ടാണ്. അതെ, ഇപ്പൊ സാർ വെച്ചില്ല. ഹോൾഡിങ്സ് എന്നുള്ളത് തൊട്ടാ കാണണേ. സ്റ്റോക്ക് എന്നുള്ളത് കാണിക്കണില്ല. ഓക്കെ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ അത് എടുത്താലും സ്റ്റോക്ക് എന്നുള്ളത് കാണുന്നില്ല. എന്താണോ ഇവിടെ ന്യൂ കാണിക്കുന്നുണ്ട്? ന്യൂ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ന്യൂല് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഇൻട്രാഡേ വാച്ച് ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യോ? INT ജസ്റ്റ് പേര് കൊടുത്തിട്ട് ഒരു സേവ് കൊടുക്കാം. ഇനി ആ ഒരു ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു വാച്ച് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ ലെൻസിന്റെ ബട്ടൺ കാണിക്കണ്ടോ നോക്കിയേ? കാണിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പല സമയത്തുകൾ ചെയ്തു വെച്ചേക്കണതാ. നിങ്ങളൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ കാണിക്കും. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോൾഡിങ്സ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. തെറ്റി കിടന്നിട്ടാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലാഗ് ക്ലിക്ക് ചെയ്താലാണ് അവിടെ വരുള്ളൂ, അതിലേക്ക് ആഡ് ആവുള്ളൂ. ഓക്കെ, ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ കാണിക്കാം സിമ്പിൾ ആഡഡ് സക്സസ്ഫുള്ളി ഇൻട്രാഡേ. ബാക്ക് അടിച്ചാൽ നമുക്കത് കാണാം. അതിനുശേഷം ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട ഓർഡർ വിൻഡോയിലേക്ക് എത്തി. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിപ്പോ ഒരെണ്ണം ബൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ ഇൻട്രാഡേ ആക്കാൻ മറക്കണ്ട. ക്വാണ്ടിറ്റി ഒരെണ്ണം അടിച്ചു കൊടുക്കുക. നിങ്ങളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ബൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്തോ കുഴപ്പമില്ല, നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരെണ്ണം അടിച്ചു കൊടുത്തു. ഇവിടെ 4 ഓപ്ഷൻസ് കാണാം: ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SL ഓർഡർ, SLM ഓർഡർ. അപ്പൊ ഇത് നമുക്ക് വളരെ വിശദമായിട്ട് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യാം. അപ്പൊ മാർക്കറ്റ് ഓർഡർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എത്ര രൂപയ്ക്കാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിലക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടും, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് മറ്റൊരു പേരാണ് ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ ഓർഡർ. അതായത് ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ബാക്കിയുള്ള ഓർഡേഴ്സിന് പറയുന്ന പേരാണ് പെൻഡിങ് ഓർഡർ. ഈ ലിമിറ്റും SLL-ഉം SLM ഒക്കെ ആ 3 എണ്ണത്തിനെ നമുക്ക് ചേർത്ത് വിളിക്കാം പെൻഡിങ് ഓർഡേഴ്സ്. പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ പെൻഡിങ് ആണ്, ഇപ്പോൾ നടക്കില്ല. നമ്മൾ പറയുന്ന ഒരു വിലയിലേക്ക് എത്തുമ്പോഴാണ് അത് വാങ്ങുള്ളൂ. അപ്പൊ ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് ഇവിടെ കാണിക്കുന്നത് ആ വിലയ്ക്കാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ജസ്റ്റ് ബൈ കൊടുക്കുക, ബൈ. അപ്പോൾ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. ക്വാണ്ടിറ്റി ഒരെണ്ണം അടിച്ചു കൊടുക്കണേ, ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. കൊടുത്തോ? എല്ലാവരും ഇൻസ്റ്റാൾ വെച്ചവരൊക്കെ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്സുകൾ വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് പ്രശ്നം.
സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ മാർക്കറ്റ് ചൂസ് ചെയ്തിട്ടില്ല. ലിമിറ്റ് ഓർഡറോ അല്ലെങ്കിൽ SLM ഓർഡറൊക്കെ നമുക്ക് കിടക്കണ്ടാവാം. മാർക്കറ്റ് ചൂസ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റഡ്ലി സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഏഷ്യൻ പെയിന്റ്സ് ഒരെണ്ണം ബൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് കാണണമെങ്കിൽ പൊസിഷൻസിൽ പോയാൽ കാണാൻ പറ്റും. അത് ഓൾറെഡി നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളത് ഇപ്പൊ കാണാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ₹1.50 പ്രോഫിറ്റിലാണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ലോസ് കാണാം, കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റ് കാണാം. ഓക്കെ അല്ലേ? സർ ബൈ അടിച്ചിട്ട് റിജക്റ്റ് ആവാണല്ലോ. റിജക്റ്റ് ആവണം, അത് ഞാൻ പറഞ്ഞത്. എവിടെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. ഇൻട്രാഡേ ചൂസ് ചെയ്തിരുന്നോ? മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രോ ഒരു പെർസെന്റേജ് ഇതിലിട്ടിട്ട് കാണിക്കുന്നുണ്ട്. അല്ല, ഇൻട്രാഡേ ചൂസ് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ഞാൻ ഒന്നും കൂടി ബൈ ചെയ്യാം, നോക്കാം ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്തതിൽ മാറ്റം എന്ന് നോക്കാം. ഇൻട്രാഡേ ചൂസ് ഡൗട്ട് വെച്ചോട്ടെ. ആ, ദി NFO സെഗ്മെന്റ് ഈസ് നോട്ട് ഏബിൾ ഫോർ ദി യൂസർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്റെ അതിനകത്ത്. അപ്പോ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോ ഇൻട്രാഡേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? ഈ അക്കൗണ്ട് കൂടെയുള്ള അക്കൗണ്ടിനെയാണ്? പുറത്തല്ല, ഞാൻ ഇവിടെ നാട്ടിലാണ്. ആണ്. അപ്പോ ഇതിലേതെങ്കിലും തെറ്റിയിട്ടുണ്ടോ നോക്കാം. ബൈ അല്ലേ? ഇൻട്രാഡേ എനിക്ക് കാണിക്കുന്നില്ല. ബാലൻസ് ഉണ്ടോ? അതില് ബാലൻസ് ഇല്ലേ? 2000 രൂപ അടി തരുന്നു. ഓക്കെ, ലിമിറ്റ് ഓർഡർ മാറ്റി മാർക്കറ്റ് ഓർഡർ ആണ് ഇട്ടേക്കുന്നത്, എന്നിട്ടും ആയിട്ടില്ല അല്ലെ? ഇല്ല. NFO എന്ന് പറഞ്ഞ ഇതല്ലേ, ഓപ്ഷൻസ് ബൈ അല്ലേ? അതാ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് തെറ്റിയിട്ടുണ്ടാവും അല്ലെ? അത് തെറ്റിയിട്ടുണ്ടാവും. ഏഷ്യൻ പെയിന്റ് എന്ന് തന്നെയല്ലേ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെയല്ലേ കാണുന്ന അവിടെ? എന്റെ താഴെ NSE കാണുന്നുണ്ടോ? അതോ NFO ആണോ? NSEയോ BSEയോ ഏതെങ്കിലും ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ എന്താണ് മാറ്റം എന്നുള്ളത് ഒബ്സർവ് ചെയ്യാം. ഏഷ്യൻ പെയിന്റ് എന്ന് അടിക്കുന്നു അല്ലെ? ഏഷ്യൻ പെയിന്റ്, എന്നിട്ട് ഇവിടെ കാണുന്ന ആദ്യത്തെ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിന് താഴേക്ക് പോകരുത്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല. അത് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആവാതിരിക്കുക. അല്ലെങ്കിൽ അതിൽ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എക്സിക്യൂട്ട് ആവാതിരിക്കുക. അപ്പൊ ആദ്യം കാണുന്ന ഏഷ്യൻ പെയിന്റ്സ് NSE എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അല്ലെങ്കിൽ താഴെ BSE ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എപ്പോഴും NSE ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. വേറെ ആർക്കെങ്കിലും പറ്റാതിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ? റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ? ഇതില് മാർക്കറ്റ് അടിക്കുമ്പോ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ പിന്നെ ഒരു പെർസെന്റേജ് കാണിക്കുന്നുണ്ട്. അതില് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ മുകളിൽ ഇതുപോലെ തന്നെയല്ലേ കാണിക്കുന്നത്? ഏഷ്യൻ പെയിന്റ് തന്നെയല്ലേ കാണിക്കുന്നത്? അതെ. NSE എന്ന് കാണിക്കുന്നുണ്ടോ? അതും കാണിക്കുന്നുണ്ട്. വില എത്രയാണ് കാണിക്കുന്നത് ഇതില്? 2690. സെയിം ആണ്. മാർക്കറ്റ് ഓർഡർ എന്നാണ് നമ്മൾ ചൂസ് ചെയ്തേക്കണത് അല്ലെ? ബൈ അല്ലേ കൊടുത്തേക്കണേ? ഇവിടെ ഇപ്പൊ ഈ അറ്റ് മാർക്കറ്റ് കാണുന്നതിന്റെ നേരെ താഴെ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ പിന്നെ ഒരു പെർസെന്റേജ് നമ്മൾ അവിടെ ആഡ് ചെയ്യണം തോന്നുന്നുണ്ട്. അതൊന്നും വേണ്ട, മാർക്കറ്റ് ഓർഡറിന് അതൊന്നും വേണ്ട. ഇത് മാർക്കറ്റ് ഓർഡറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലിലേക്ക് പോകേണ്ട കാര്യമില്ല. ബൈ കൊടുത്താൽ ബൈ ആവും. നിങ്ങൾ മൊബൈലിലാണോ ചെയ്യുന്നത്? PC-ലാണോ ചെയ്യുന്നത്? മൊബൈലിലാണ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് അടിക്കുമ്പോൾ അതിന് താഴെ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഒരു ടിക്ക് ചെയ്യാനുള്ള ഒരു കോളം വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ മൊബൈലിന്റെ വ്യൂവില് ഈ 4 എണ്ണം കാണിക്കില്ല, 3 എണ്ണം കാണിക്കുള്ളൂ അല്ലെ? ലിമിറ്റ്, മാർക്കറ്റ്, SLL കാണിക്കുള്ളൂ. അടിയില് മാർക്കറ്റ് എന്ന് പറയുന്നത് ടിക്ക് ചെയ്താലാണ് ഈ SLM ആവുന്നത്. അപ്പൊ അത് ടിക്ക് ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ മാർക്കറ്റ് മാത്രം ചെയ്താൽ മതി. കാരണം ഇവിടെ 4 എണ്ണമാണ് കാണിക്കുന്നത്. അവിടെ 3 എണ്ണം കാണിച്ചിട്ട് ഈ SLM ഓർഡറിന് പകരം SLL ഓർഡർ ഇട്ടിട്ട് നമ്മൾ ഈ മാർക്കറ്റ് ടിക്ക് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് സിംപിളി മാർക്കറ്റ് ഓർഡർ മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ അത് മോഡൽ പോയാണ് കാണാം.
ഓക്കെ, അപ്പോൾ ഇതിൽ വെറുതെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക, ക്വാണ്ടിറ്റി ഒരെണ്ണം കൊടുക്കുക, ഇൻട്രാഡേ അല്ലേന്ന് ചെക്ക് ചെയ്യുക, റിക്വയർഡ് നോക്കുക. റിക്വയർഡ് ഏകദേശം ഒരു 540 രൂപയാണ് കാണിക്കുന്നത്. അതിലും കൂടുതൽ ബാലൻസ് നിങ്ങളിൽ ഇല്ലെന്ന് ചെക്ക് ചെയ്യുക, ബൈ ചെയ്യുക. എല്ലാവരും ചെയ്തോ? ആർക്കെങ്കിലും ബൈ ആവാതിരിക്കുന്നുണ്ടോ? ബൈ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പ്രൊസീജിയറിൽ എവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും, അത്ര. എന്റെ ഓക്കെ ആയിട്ടുണ്ട്. സർ എന്റേത് വീണ്ടും റിജക്ട് ആയി. വീണ്ടും റിജക്ട് ആയി. അപ്പൊ ഇതിൽ എവിടെയാണ് മാറ്റം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കുക. മാർക്കറ്റ് ഓർഡർ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഒന്നും കൂടി എടുത്തോ, എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും. ഇതിൽ ഈ ബ്രോക്കറുടെ ടെർമിനൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അത് റിജക്ട് ആവും. നമ്മൾ വില ഇടാതിരിക്കുകയും ഇപ്പൊ ലിമിറ്റ് ഓർഡർ ഇടുകയാണെങ്കിൽ വില ഇടാതിരിക്കുകയും മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്താൽ റിജക്ട് ആവും. ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുകയും അത്ര ക്യാപിറ്റൽ നമ്മളതിൽ ഇല്ലാതിരിക്കുകയും, ചിലപ്പോ നമ്മളിൽ ക്യാപിറ്റൽ ഉണ്ടാവും പക്ഷെ ഡെലിവറി ആവുമ്പോൾ നമുക്ക് അത്ര ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് റിജക്ട് ആവും. അതുപോലെ തന്നെ ഇവിടെ ഏഷ്യൻ പെയിന്റ് തന്നെ അല്ലേ നോക്കുക, അതിന്റെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒന്നും അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. NSE അല്ലേ നോക്കുക, ബൈ അല്ലേ നോക്കുക, എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ അല്ലേ നോക്കുക. ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആർക്കാണ് റിജക്റ്റഡ് പറഞ്ഞത്? ശരിയായോ? ഇല്ല സർ, ശരിയായിട്ടില്ല. എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവോ? ഓക്കെ. മൊബൈലിലെ ആ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവോ? ഓക്കെ, ഞാൻ എന്താ ഇപ്പോ 2 പ്രാവശ്യം ചെയ്യാൻ നോക്കിയിട്ട് 2 പ്രാവശ്യവും അത് സക്സസ് ആയിട്ടുണ്ട് മൊബൈലിൽ നിന്ന് ചെയ്യാൻ നോക്കിയിട്ട്. അപ്പൊ ഞാനിവിടെ ഇട്ടിരുന്ന അതുപോലെ തന്നെ അല്ലേ നോക്കുക. മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യുക, ആ ടിക്ക് ഇടേണ്ടതില്ല, ആ ടിക്കറ്റ് SLM ആവും, ആ ടിക്ക് ഇടേണ്ടതില്ല, ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലേ നോക്കുക, ഇൻട്രാഡേ അല്ലേ നോക്കുക. ബാക്കി ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബാക്കി എല്ലാവർക്കും കറക്റ്റ് ആവുന്നുണ്ടോ? എല്ലാവരും ചെയ്യണില്ലേ? ചെയ്യുന്നത് ഓക്കെയാണ്. ഓക്കെയാണ്. മാക്സിമം ഫസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാര്യങ്ങൾ കയ്യിലാണ് പഠിക്കുക. എന്തായിരുന്നു അപ്പൊ വ്യത്യാസം? സാറയാണ് കംപ്ലൈന്റ് പറഞ്ഞത് അല്ലെ? സാറയുടെ എങ്ങനെയുണ്ട്? സാറ റെഡി ആയോ? സർ ഒരു മിനിറ്റ്, റെഡി ആവും. കുഴപ്പമില്ല, എന്തായാലും ഇതൊന്ന് ടൈം എടുത്ത് ചെയ്ത് നോക്കാം, നമുക്ക് സമയം കളയണ്ട. എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, ബാക്കി എല്ലാവരും റെഡി ആയെന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി ഇത് മേടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഓർഡർ പേജസിലേക്ക് പോവാ. ഓർഡർ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ കാണിക്കും അല്ലെ? അത് എക്സിക്യൂട്ട് ആയ ടൈം, ബൈ ആണോ സെല്ലാണോ, ഇൻട്രാഡേ ആണോ, ഡെലിവറി ആണോ, ക്വാണ്ടിറ്റി 1, എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇത്തരം കാര്യങ്ങൾ കാണിക്കും. അത് ചെക്ക് ചെയ്യുക. അതില് മിസ്റ്റേക്ക് വല്ലതുണ്ടോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഓർഡേഴ്സ്. സ്റ്റോക്ക് തെറ്റിയിട്ടുണ്ടോ, ബൈ ആണോ സെല്ലാണോ തെറ്റിയിട്ടുണ്ടോ, ഇൻട്രാഡേക്ക് പകരം ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയിട്ടുണ്ടോ, കംപ്ലീറ്റഡ് അല്ലേ, റിജക്റ്റഡ് ആണോ, പെൻഡിങ് ആണോ, കംപ്ലീറ്റഡ് ആണോ. പെൻഡിങ് ആണെങ്കിൽ ഇപ്പൊ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവില്ല. ഇതുപോലെ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരെണ്ണം ബൈ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് പച്ച ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ? ഇനി പൊസിഷൻസിലേക്ക് പോയാൽ ഇപ്പൊ നിലവിൽ അതിന് എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് കറന്റ്ലി ലൈവായിട്ട് കാണും. ഇത്ര കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓർഡേഴ്സ് ആൻഡ് പൊസിഷൻസ്. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓൾറെഡി മേടിച്ചിട്ടേക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പൊസിഷൻസിലാണ്. ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഹോൾഡിങ്സിലാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ഓർഡേഴ്സ് ആണ് ഇതിൽ കാണാൻ പറ്റുക. ഈ ഓർഡർ പേജ് നിങ്ങളൊന്ന് പോയി പരിചയപ്പെട്ട് വെക്കുക. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കുമ്പോഴാണ് ഇതൊക്കെ ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ലേ,
അത് നിലവിലുള്ള പ്രൈസിന് താഴെയല്ലേ, ടാർഗറ്റ് വെച്ചിട്ടില്ലേ, അത് നിലവിലുള്ള പ്രൈസിന് മേലെയല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ പേജിലാണ്. അപ്പൊ എല്ലാവരും നോക്കിയോ? ഓർഡേഴ്സിലും പൊസിഷൻസിലും താഴെ കാണുന്നുണ്ട്. മൊബൈലിലാണെങ്കിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ താഴെ 5 പേജ് കാണാം, 5 മെനു കാണാം. അതിൽ ഏറ്റവും നടുക്കലത്തെ മെനു ആണ് ഓർഡേഴ്സ്. അതിൽ തന്നെ ഓപ്പണും എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കിടക്കുന്നുണ്ട്. അതിൽ എക്സിക്യൂട്ടഡിൽ പോയാലാണ് അത് കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയ ഓർഡറാണ്. മൊബൈലില് വ്യത്യാസമുണ്ട്, ഫോണിനേക്കാളും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോ ഇവിടെ 4 മെയിൻ മെനുവിൽ നമ്മൾ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു മെനു ആണ്, രണ്ടാമത്തെയാണ്. അവിടെ 5 മെയിൻ മെനു ഉണ്ടായിരിക്കും. അതിൽ നടുക്ക് കിടക്കുന്ന മെനു ആണ് ഓർഡർ. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതിലിപ്പോ പെൻഡിങ് ഓർഡർ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് മാത്രം കാണിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പെൻഡിങ് ഓർഡർ ഉണ്ടെങ്കിൽ അത് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിസ്റ്റ് ആയിട്ട് കാണിക്കും. അപ്പൊ മുകളിൽ നിങ്ങൾക്ക് മെനു സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓപ്പൺ, എക്സിക്യൂട്ടഡ് 2 മെനു ഉണ്ട്. അതിൽ ഓപ്പണിൽ പോയാൽ ഈ ഓർഡർ കാണാൻ പറ്റില്ല, എക്സിക്യൂട്ടഡിൽ പോയാൽ തന്നെയാണ് ഈ ഓർഡർ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും പോയിട്ട് എക്സിക്യൂട്ടഡിലെ ഓർഡർ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇട്ട ഓർഡർ അവിടെ വന്നില്ല എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഏഷ്യൻ പെയിന്റ്സ് ഞാനൊരു ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ഇപ്പൊ ബൈ ചെയ്യാണ്. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പെൻഡിങ് ഓർഡർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ 2 ലിസ്റ്റ് വന്നു, വേണ്ട, പെൻഡിങ് ഓർഡേഴ്സ്, എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ്. പക്ഷെ മൊബൈലിൽ അങ്ങനെയല്ല, ഈ 2 ലിസ്റ്റും 2 പേജ് ആയിട്ടാണ് കാണിക്കുക. ഇവിടെ മുകളിൽ കാണിക്കുന്ന പോലെ ഓർഡേഴ്സ് അതിൽ തന്നെ 2 പേജ് ആയിട്ടാണ് കാണിക്കുക. അപ്പൊ അതിൽ ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ടാവും, എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് എടുക്കുന്ന, അതായത് എക്സിക്യൂട്ട് ആവാത്ത ഓർഡേഴ്സിനെയാണ് ഓപ്പൺ ഓർഡർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിലാണ് നമ്മൾ ഇപ്പം എടുത്ത സ്റ്റോക്ക് കാണാൻ പറ്റുക. ആ 2 പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പല ബ്രോക്കേഴ്സിലും അത് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ബേസിക്കലി ഇതിന്റെ ഒരു സമ്മറി ഇതാണ്. പല ബ്രോക്കേഴ്സിലും നോക്കുന്നവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റോക്കിൽ എങ്ങനെയാണ്? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാണാതിരിക്കുന്നുണ്ടോ? ഓക്കെ ആണ്, കാണാൻ പറ്റുന്നുള്ളവരൊന്ന് തംസപ്പ് അടിക്കാവോ? ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് നോക്കിയവര് ഒന്ന് തംസപ്പ് അടിക്കാവോ? ബിനോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. സാറാ ഓക്കെ ഓക്കെ അല്ലെ? അപ്പൊ മെജോറിറ്റിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കണം, ടാർഗറ്റ് എങ്ങനെ വെക്കണം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ അതിലെല്ലാ കോളംസും ഒന്ന് ഓടിച്ച് കണ്ണോടിക്കുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നോക്കാം. കാരണം നമ്മൾ ഒരു ക്വാണ്ടിറ്റി ചെയ്യണ അതേ ഡിസിപ്ലിനിൽ തന്നെയാണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്കായാലും 10 ലക്ഷം രൂപയ്ക്കായാലും ചെയ്യാൻ പോണത്, അല്ലെ? അപ്പൊ ഒരു ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഇതിലൊന്നും ഒരു കഥയുമില്ല. പക്ഷെ നമ്മൾ നാളെ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട ആൾക്കാരല്ലേ? അപ്പൊ ഇത് ഈ ഒരു ഹാബിറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലൈവ് ട്രേഡിംഗ് എന്ന് പറയുന്ന ക്ലാസിന്റെ മെയിൻ ഉദ്ദേശം, അല്ലെ? ഇവിടെ പോയി നോക്കി. ഇനി അതിനുശേഷം വീണ്ടും നമ്മുടെ പൊസിഷൻസിലേക്ക് വരാം. അപ്പൊ ഓർഡേഴ്സിൽ നിന്ന് പൊസിഷൻസിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ വെക്കുന്നത്. എല്ലാവരും എടുത്തോ പൊസിഷൻസ് എന്ന് പറയുന്ന പേജ്? അപ്പോ മൊബൈലിൽ പൊസിഷൻസ് എന്ന് പറയുന്ന ഒരു പേജ് ഇല്ല. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിന്റെ ഒരു സബ് പേജ് ആയിട്ടാണ് പൊസിഷൻസ് കിടക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നേരിട്ട് പൊസിഷൻസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പേജ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതും ഓരോ ബ്രോക്കറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഫസ്റ്റ് സ്റ്റോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ ഇന്നലെ പറഞ്ഞത്. അതിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ വൺസ് നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ബ്രോക്കേഴ്സിൽ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജ് കണ്ടില്ലേ? മൊബൈൽ യൂസേഴ്സ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിലേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡിൽ ഹോൾഡിങ്സും റൈറ്റ് സൈഡിൽ പൊസിഷൻസും കാണും. ആ പൊസിഷൻസിലേക്ക് പോവാം. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, ആ പൊസിഷൻസിലേക്ക് പോയിട്ട് അവിടെ ഇപ്പൊ നമ്മൾ എടുത്ത ഏഷ്യൻ പെയിന്റ്സ് പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റിൽ, ലോസിലാണെങ്കിൽ ലോസിൽ അവിടെ കിടക്കണ്ടാവും. അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മൊബൈൽ യൂസേഴ്സ് ചെയ്യുന്നതും ഡെസ്ക്ടോപ്പ് യൂസേഴ്സ് ചെയ്യുന്നതും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ആ എക്സിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, എക്സിറ്റ്. ഇനി കമ്പ്യൂട്ടർ യൂസേഴ്സ്, ഡെസ്ക്ടോപ്പ് യൂസേഴ്സ് ചെയ്യേണ്ടത് ഈ പൊസിഷൻസിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഏഷ്യൻ പെയിന്റ്സ്, താഴത്തെ അല്ല മുകളിലത്തെ, അതില് ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലാണ് എക്സിറ്റ് കാണാൻ പറ്റുക. അപ്പൊ 2 വഴിയും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ബേസിക്കലി ഒന്ന് തന്നെയാണ്, അല്ലെ? ഇതുപോലെ വരും.
കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള സ്പേസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ നേരെ ട്രേഡിംഗ് വ്യൂയിലേക്ക് വരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെ ഓൾറെഡി റെഡ് ലൈൻ വരച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ റെഡ് ലൈൻ എത്രയാണ് കിടക്കുന്നത്? അതായത് ഇന്നത്തെ ഓപ്പൺ പ്രൈസ് അല്ലെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 15 മിനിറ്റിലേക്ക് പോയിട്ട് നോക്കാം. ആദ്യത്തെ കാൻഡലിന്റെ ഓപ്പണും ക്ലോസ്, അതിൽ ഓപ്പൺ ആണ് സ്റ്റോപ്പ് ലോസ്. അപ്പൊ 2666 രൂപ 50 പൈസ അല്ലെ. അപ്പൊ ആ 2666 രൂപ 50 പൈസ നമ്മൾ ഓർത്ത് വെക്കുക. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോർഡിനേറ്റ്സിൽ പോയിട്ട് അല്ലെങ്കിൽ ഓർത്ത് വെച്ചാലും മതി അല്ലെ. കോപ്പി ചെയ്യുക, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താലും മതി. എത്രയാണ്? 2666 രൂപ 50 പൈസ. 2666 രൂപ 50 പൈസ. ഇപ്പൊ ഇത് അടിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ഈ ഓർഡർ മാറ്റിയിട്ട് മാർക്കറ്റ് ലിമിറ്റിലൊക്കെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് SLM ആക്കാം, എന്നിട്ട് അടിച്ചു കൊടുക്കുക. 2666 രൂപ. ഫോണില് SLM ഇല്ലല്ലോ, SLL ഉള്ളൂ. ആ, ഫോണിൽ SLL ഉള്ളൂ. അതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോണിൽ ഇത് രണ്ടെണ്ണമായിട്ടാണ് കിടക്കുന്നത്. SLL ക്ലിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് SLM-ന് സമമാവുന്നത്. അപ്പൊ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ SLM ആണ് വെക്കേണ്ടത്. മൊബൈലിലാണെങ്കിൽ 3 ഓപ്ഷനാണ് മുകളിൽ കാണാൻ പറ്റുക: ലിമിറ്റ്, മാർക്കറ്റ്, SLL. അതിൽ SLL ക്ലിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്ന് പറയുന്നതിൽ ചെക്ക് ചെയ്യാം, ഒരു ടിക്കിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒന്ന് തൊട്ടാൽ മതി, ടിക്കിടാം. അത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ വില അടിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മളിപ്പോ ഈ വില ആക്യുറേറ്റ് ആയിട്ട് അടിക്കണമെന്നില്ല, ആ പോയിന്റ് അടിക്കണ്ട, ചുമ്മാ 2666 അടിക്കാം. സാറേ മൊബൈലിൽ ഒന്നുകൂടെ ഒന്ന് പറയൂ. മൊബൈലില് ഇവിടെ നമുക്ക് 4 ഓർഡർ ടൈപ്സ് ഉണ്ടല്ലോ: ലിമിറ്റ്, മാർക്കറ്റ്, SLL, SLM. മൊബൈലിൽ വ്യൂവില് ലിമിറ്റും മാർക്കറ്റും, അവിടെ സ്ഥലം കുറവായതുകൊണ്ട് ലിമിറ്റും മാർക്കറ്റും SLL മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ SL-ന്റെ തന്നെ ഒരു സബ് ഓപ്ഷൻ ആയിട്ടാണ് SLM ഇരിക്കുന്നത്. അത് SLM എന്നല്ല കാണിക്കുക, M എന്ന് മാത്രമേ കാണിക്കുള്ളൂ. ഇവിടെ SLL-ല് ഈ L-ന് വരെ M എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ SLL ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ആ M എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യാം. അപ്പൊ SLM-ന് സമമായി. അപ്പൊ മൊബൈലിൽ വെക്കുന്നത് അങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ലാപ്ടോപ്പിൽ വെക്കുന്നത് വളരെ ഈസിയാണ്. ഈ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി, ഏറ്റവും റൈറ്റ് സൈഡിലെ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. മൊബൈലിൽ സ്പേസ് കുറവായതുകൊണ്ട് ഈ 3 എണ്ണം ഉണ്ടാവുള്ളൂ. അതിൽ SLL ക്ലിക്ക് ചെയ്തിട്ട് M എന്ന് പറയുന്നത് ടിക്ക് ഇടണം. അത് ഇതിൽ കാണാൻ പറ്റില്ല. SLL ക്ലിക്ക് ചെയ്തിട്ട് M എന്ന് പറയുന്നത് ടിക്ക് ഇടണം. ഓക്കെ. അപ്പൊ M എന്ന് പറയുന്നത് ടിക്ക് ഇടുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ അറ്റ് മാർക്കറ്റ് എന്ന് കാണിക്കും. അതായത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ നിലവിലുള്ള പ്രൈസിനാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അപ്പോ 2666 കേട്ടോ, മറക്കരുത്. 2666 ഏറ്റവും അവസാനം ഈ നമ്പർ സെലക്ട് ചെയ്യണം. കാരണം ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും. നമ്മളതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 2666 ടൈപ്പ് ചെയ്യണം. ഏറ്റവും അവസാനമാണ് നമ്മൾ ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. ഇൻട്രാഡേ തന്നെ വരും, കാരണം നമ്മൾ ഓൾറെഡി ഇതുമെന്നാണ് മോഡിഫൈ ചെയ്തേക്കണം. അപ്പൊ ഇൻട്രാഡേ തന്നെ വരും, അത് തെറ്റില്ല. ക്വാണ്ടിറ്റി തന്നെ വരും, അത് തെറ്റില്ല. ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടു. SLL പ്ലസ് മാർക്കറ്റ് ടിക്ക് ഇടണം. അപ്പൊ ഇത്ര ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സെല്ല് കൊടുക്കുക. സെല്ല് കൊടുക്കുമ്പോൾ ഓർഡർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാനും സാധ്യതയുണ്ട്. ഓർഡർ കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതായത് ഓൾറെഡി നിങ്ങൾ വാങ്ങിയ സാധനം വിറ്റുപോയി, നമുക്കിപ്പോ വിൽക്കണ്ട, നമുക്ക് താഴെയുള്ള ഒരു വില എത്തുമ്പോഴാണ് വിൽക്കേണ്ടത്. അപ്പൊ ഓർഡർ പെൻഡിങ് എന്ന് കാണിക്കണം. ഇതാണ് കറക്റ്റ്. എനിക്ക് ഓക്കെ ആയിട്ടില്ല സാറേ. എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നത്? ശ്രീരശ്മിക്ക് ഓക്കെ ആയി. എന്താണ് അപ്പൊ വ്യത്യാസം ഉണ്ടാവുന്നത്? അല്ല, അന്നേരം SLM ഞാൻ ടച്ച് ചെയ്തു. SLL M അല്ല ടച്ച് ചെയ്യേണ്ടത്, SLL ഇടാം, സെലക്ട് ചെയ്യാം. അത് ടച്ച് ചെയ്താൽ ട്രിഗർ എന്ന് പറയുന്ന 2666 രൂപ അടിച്ചു കൊടുത്തു. മൊബൈലിലാണോ മൊബൈല് എന്നിട്ട് സെല്ല് കൊടുത്താൽ മതിയോ? അല്ല, SLL ഇട്ടിട്ട് മാർക്കറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്തില്ലേ? മാർക്കറ്റ് എന്നൊരു ഓപ്ഷൻ വരുമ്പോ മാർക്കറ്റ് അങ്ങനെ ഓപ്ഷൻ പ്രോഫിറ്റ് എന്ന് അത് നോർമൽ എന്റെ പ്രൈസിനകത്ത് തന്നെ പ്രൈസ് ടൈപ്പ് ലിമിറ്റ് മാർക്കറ്റ് SLM എന്ന് പറഞ്ഞ് കിടക്കുന്നതിനകത്ത് തന്നെ SLE ടച്ച് ചെയ്യാൻ ട്രിഗർ പേരുന്ന തൊട്ട് താഴെ വരുന്നത് ബ്രോക്കർ ഇത് തന്നെ. ഫസ്റ്റ് സ്റ്റോക്കിൽ SLM എന്ന് കാണിക്കില്ലല്ലോ. കാണിക്കുന്നുണ്ട് സാർ, SLM കാണിക്കുന്നുണ്ട്. SLM എന്ന് കാണിക്കുന്നുണ്ടോ?
കാണിക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും കാണിക്കുന്നുണ്ടോ? മൊബൈലില് SLM എന്ന് കാണിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇല്ല സ്റ്റോക്കില് സർ. വിനിത ഇല്ല. ഇല്ല, കാണിക്കുന്നില്ല. SL-L എന്നുള്ളൂ. SL-L എന്നുള്ളൂ. അതാണ്. അപ്പൊ അത് സെലക്ട് ആയില്ലേ? അത് സെലക്ട് ചെയ്തില്ലേ? SLM സെലക്ട് ചെയ്ത്. SLM ഇല്ല. SLL സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സാറേ എനിക്ക് SL എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, പിന്നെ SLM എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. SLM എന്ന് പറയുന്ന ഒരെണ്ണുണ്ടോ? ഉണ്ട്. മൊബൈലിലാണോ? അതെ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടും. അങ്ങനെ വരാൻ വഴിയില്ല. ഇട്ടിട്ടുണ്ട്. SLM ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ വിഷ്ണു? ഇട്ടിട്ടുണ്ട് സാറേ, നോക്കട്ടെ. ബാക്കി ആർക്കെങ്കിലും അങ്ങനെ കാണിക്കുന്നുണ്ടോ? SLM വേറെ ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ല. വിഷ്ണു, ഇതില് ഞാൻ നോക്കിയിട്ട് SLM കാണുന്നില്ലല്ലോ. ഇതിലെവിടെയാണ് SLM? വിഷ്ണു വട്ടട്ടേക്കണത് ഇൻട്രാഡയുടെ ചുറ്റുമല്ലേ? അല്ല, അതിന്റെ മേളിൽ കാണിക്കണ്ട, അത് NF എന്നാണോ കാണിക്കുന്നത്? വിഷ്ണു കേൾക്കുന്നുണ്ടോ? വിഷ്ണു ഒന്നും പറയുന്നില്ലല്ലോ. എനിക്ക് അയച്ചേക്കുന്ന ഫോട്ടോയില് SLM ഒന്നും എവിടെയും കാണാനില്ല. ഇപ്പൊ ഇട്ടേക്ക് നോക്കൂ സാറേ. ഇത് ഏതോ ബ്രോക്കർ? ഫസ്റ്റ് ഇപ്പൊ ഇട്ടേക്കുന്നത് കണ്ടാ സാറേ? അത് ഏതോ ബ്രോക്കർ? ഫസ്റ്റ് സ്റ്റോക്ക് ആണോ ഈ യെല്ലോ കളറിൽ കാണുന്നത്? അതെ. ക്വാണ്ടിറ്റിയുടെ മേളിൽ കണ്ടില്ലേ? NF 2683.90. അല്ല, രണ്ടാമത് ഇപ്പൊ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് മറ്റേത് ആദ്യം സ്ക്രീൻഷോട്ട് അടിച്ച് മാറിപ്പോയി. രണ്ടാമത് ഇട്ടേല് SLM കാണുന്നുണ്ട്, പക്ഷെ ഇത് ഫസ്റ്റ് സ്റ്റോക്ക് ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഫസ്റ്റ് സ്റ്റോക്കാ സാറേ, ഫസ്റ്റ് സ്റ്റോക്കിന്റെ ആപ്ലിക്കേഷൻ തന്നെ. ഞാന് കാണിച്ചു തരാം. ഇത് ആർക്കെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടോ നോക്കി. ഇങ്ങനെ കാണാറില്ല. ഇനിയിപ്പോ കളർ കോമ്പിനേഷൻ മാറിയതാണെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ വിഷ്ണു അയച്ചേക്കുന്നെന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ടാണ് അല്ലെ? ഇത് തന്നെയാണോ വിഷ്ണു ഉദ്ദേശിക്കുന്നത്? അതെ സാറേ, അതെ. വേറെ ആർക്കെങ്കിലും ഇതുപോലൊരു ആപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ആപ്പിന്റെ കളർ കോമ്പിനേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയില്ല, ഒരേ ആപ്പിൽ തന്നെ രണ്ട് കളർ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത് അറിയില്ല. എവിടെയെങ്കിലൊക്കെ തെറ്റുപറ്റിണ്ടാവാം. ഞാൻ എന്റെ പാനലിൽ എടുത്ത് കാണിക്കാം. ഫസ്റ്റ് സ്റ്റോക്ക്. ഓക്കെ, ഏഷ്യൻ പെയിന്റ്. വേറെ ആർക്കെങ്കിലും ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? എക്സിറ്റ് അടിക്കുമ്പോ ഞാൻ ഇവിടെ കാണുന്നത് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾ നോക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ആപ്പ്. ഏത് ആപ്പ് മാറിയതാണെന്ന് നമുക്ക് അറിയില്ല. ഇത് കണ്ടോ? ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഫസ്റ്റ് സ്റ്റോക്ക് ആണെങ്കിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക. മറ്റെല്ലാവർക്കും എങ്ങനെയാണ് കാണുന്നത്? ശരിയല്ലേ? ഞാൻ ഇപ്പൊ രണ്ടാമത് അയച്ചു തന്ന സ്ക്രീൻഷോട്ട് തന്നെയല്ലേ എല്ലാവർക്കും കാണാൻ പറ്റുന്നേ? അല്ലേ? ഞാൻ രണ്ടാമത് എടുത്തപ്പോഴും അങ്ങനെ തന്നെ കാണിക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഇതുപോലെ കാണുന്നുണ്ടോ? ഈ യെല്ലോ ഓറഞ്ച് കളറിൽ ഇതുപോലെ കാണുന്നുണ്ടോ വേറെ ആർക്കെങ്കിലും? ഒരു ബ്രോക്കറിൽ രണ്ട് തരത്തിൽ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ബ്രോക്കറുടെ ആപ്പ് പണിയുമ്പോൾ ഒരേ കളറിലല്ലേ കാണുള്ളൂ. അത് രണ്ട് തരത്തിലാണ് ഇപ്പൊ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റോക്കിൽ ഇതുപോലെയാണ് കാണുന്നത്. ഇതുപോലെയാണ് കാണുന്നത്. ഇതിൽ റെഡ് കളറും വൈറ്റ് കളറും മാത്രമേ ഉള്ളൂ.
നിങ്ങൾ അയച്ചെന്ന സ്ക്രീൻഷോട്ടിൽ വേറെ ഓറഞ്ച് കളറും ബ്ലാക്ക് കളറാണ് ഉള്ളത്. അത് മൊബൈലില് ഡാർക്ക് മോഡ് ഓൺ ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. സാധാരണ നിലയ്ക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ ഈ SLM ഓർഡർ കാണിക്കാറില്ല. ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SLL ഓർഡർ ഇങ്ങനെയാണ് കാണുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിൽ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ SLL ഓർഡർ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ മാർക്കറ്റ് എന്നുള്ള ടിക്ക് ഇടണം. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും ആർക്കെങ്കിലും വിഷ്ണു പറയുന്ന പോലെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റോക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അറിയാനത്? ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളൊരു ആൻസർ പറ. വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. ഞാൻ സ്ക്രീൻഷോട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് സാർ എന്റെ സ്ക്രീനിന്റെ. ഫസ്റ്റ് സ്റ്റോക്ക് അതിൽ തന്നെ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്, അത് തന്നെ നോക്കിയേ. ഒന്നിട്ടോ, ഗ്രൂപ്പിലിട്ടോ, നോക്കാം. അത് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചേ, ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചേ. അപ്പൊ നിങ്ങൾ ഉറപ്പ് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാം, മറ്റുള്ള സമയം കളയണ്ട. ഏതാണ്? അല്ല ഇതല്ല ഫസ്റ്റ് സ്റ്റോക്കിന്റെ ആപ്പിന്റെ ലോഗോ, ഇതല്ല. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നണത് ഇതെന്തോ ഒരു ഫേക്ക് ആപ്പാണ്. ഏത് ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന ലോഗോ അല്ല ഫസ്റ്റ് സ്റ്റോക്കിന്റെ ആക്ച്വൽ ലോഗോ. അപ്പൊ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോ ഏതെങ്കിലും ഒരു ഫേക്ക് ആപ്പ് ഇതിന് പകരം ഉണ്ടാവും. അതായിരിക്കും സംഭവം. നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടെ ഫസ്റ്റ് സ്റ്റോക്കിന്റെ ബ്രോക്കറുടെ കാര്യം ഡീൽ ചെയ്യുന്ന ആളുടെ ഞാൻ സംസാരിക്കാം, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റോക്കിന്റെ ലോഗോ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുക, കണ്ടോ? എന്റെ മൊബൈലില് ഈ ലാസ്റ്റ് കിടക്കുന്നുണ്ടോ, ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിൽ ബ്ലാക്കില്, ഇതാണ് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ലോഗോ. അപ്പൊ അത് നമുക്ക് അത് സോൾവ് ചെയ്യാം. എന്തായാലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനത് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ബ്രോക്കറുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതേ സെയിം പേരിൽ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേ? അതെ. ഓക്കെ, അപ്പൊ ഇതേ സെയിം പേരിൽ വേറൊരു ആപ്പ് ഉണ്ട്, അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇപ്പോ എങ്ങനെയാണ് അത്? KYC കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരുന്നോ? അതെ, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും സംസാരിക്കട്ടെ കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാം. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോ ഫേക്ക് ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസ് ഒക്കെ സേഫ് ആയിരിക്കും. എത്ര രൂപ അതിൽ ഇട്ടിട്ടുണ്ട്? അത് 2000 രൂപയുള്ളൂ, അല്ലാതെ എന്റെ അക്കൗണ്ടിൽ പേഴ്സണലി കിടക്കുന്ന ഫണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം, ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഒന്ന് നോക്കട്ടെ. ഫസ്റ്റ് സ്റ്റോക്കിന്റെ ഈ ഒരു ലോഗോ അല്ല കാണുന്നത്. അപ്പൊ അതിനി ആൻഡ്രോയിഡ് ആണോ മറ്റേ iOS ആണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻഡ്രോയിഡ് അല്ലേ? അതെ. സാധാരണ നിലയ്ക്ക് എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, എന്റെ എക്സ്പെർട്ടിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് മറ്റുള്ളവരോട്. ഓക്കെ, അപ്പോ നമ്മള് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഡൺ കൊടുത്താൽ അത് പോകും. നമ്മൾ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സിൽ ഇത് കാണാൻ പറ്റും അല്ലെ? അപ്പൊ അത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബൈ ആണ് ചെയ്തത്, അത് എക്സിക്യൂട്ടഡ് ഓർഡറിൽ കിടക്കണ്ടാവും. ഇതിപ്പോ ഞാൻ വെറുതെ ഒരു ഓർഡർ ഇട്ട് നോക്കിയതാണ്, ടെസ്റ്റ് അടിച്ചാണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കളയാം. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ വന്ന് കിടക്കണ്ടാവും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ വാങ്ങിയേക്കാണെങ്കിൽ ടൈപ്പ് സെൽ അല്ലേന്ന് ചെക്ക് ചെയ്യുക, വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേന്ന്, ഇൻട്രാഡേ അല്ലേന്ന് ചെക്ക് ചെയ്യുക. ഇതൊന്നും തെറ്റാൻ സാധ്യതയില്ല. മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്ന പൈസയുടെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ? സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞു സാറേ, ഞാൻ ഈ എന്റെ ടാബിനകത്ത് ഞാൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുക. ടാബിനകത്ത് സ്റ്റോക്കിന്റെ ഈ സാറ് പറഞ്ഞത് സെയിം എംപ്ലോയ് ഉള്ളതാ ഡൗൺലോഡ് ചെയ്തേക്കുന്നേ. പക്ഷെ അതിനകത്തും ഈ ഞാൻ മൊബൈലിനകത്ത് ബൈ ചെയ്തത്, പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടേ വിഷ്ണു നമ്പറിലേക്ക് ഒന്ന് വിളിക്കാവോ? ക്ലാസ് കഴിഞ്ഞിട്ട് 2 മണി കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാവോ? അപ്പൊ ഞാൻ ഇവിടുത്തെ എക്സ്പേർട്ട് ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടേ അതെന്താണ് സംഭവം. നമ്പർ അതിൽ തന്നെ ഉണ്ടോ സാർ? ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിലുണ്ട്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ നമുക്കത് ക്ലാസ് കഴിഞ്ഞ് നോക്കാം അല്ലെ? അപ്പൊ എല്ലാവരും സമയം പോണ്ട. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ശേഷം ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോ സ്റ്റോപ്പ് ലോസ് എല്ലാവരും വെച്ചിരുന്നല്ലോ അല്ലെ? അപ്പൊ നമുക്കിനി ഈ പല ടൈപ്പ് ഓർഡേഴ്സിനെ കുറിച്ച് കുറച്ച് സമയം എടുക്കും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്താണ്, ലിമിറ്റ് ഓർഡർ എന്താണ്, SLL ഓർഡർ എന്താണ്, SLM ഓർഡർ എന്താണ്. ഇതിപ്പോ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയറാണ് പഠിച്ചത്. ഇനി ഓർഡേഴ്സ് ഒക്കെ എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ 1 by 1 ആയിട്ട് കാണാം.
അപ്പോൾ ആ കൂടി ഒരു ബ്രോക്കറുടെ ടെർമിനൽ യൂസ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം പഠിക്കാൻ ഈസിയാണ്. ഈ 4 എണ്ണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് പല സിറ്റുവേഷനിലും പല ട്രേഡിങ്ങിനും യൂസ് ചെയ്യേണ്ടി വരും. ചില ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് വാങ്ങേണ്ടി വരും. ചില ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ SLM ഓർഡറിന് വാങ്ങേണ്ടി വരും. ചിലപ്പോൾ സെല് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡറിന് സെല് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് നാളെ മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കാന്നുള്ളത് പഠിച്ചു അല്ലെ? നിങ്ങൾ ദയവായിട്ടൊരു കാര്യം നോക്കുക. ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആരെങ്കിലോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എന്നോട് വല്ല ഡൗട്ട് ചോദിക്കണതാണ്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഓക്കെ, പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി സാർ. എന്റെ എക്സിറ്റ് ആയിട്ടില്ല. അപ്പൊ അത് എക്സിറ്റ് ചെയ്തോ, തൽക്കാലം എക്സിറ്റ് ചെയ്തോ. നമുക്ക് എന്താ ഉണ്ടായെന്നുള്ളത് നോക്കാം. സ്വൈപ്പ് ചെയ്താ പോരെ നോർമലി? സ്വൈപ്പ് ചെയ്താൽ മതി, വെറുതെ എക്സിറ്റ് കൊടുത്താൽ മതി, എക്സിറ്റ് ആയിക്കോളും. മാർക്കറ്റിനകത്ത് സ്വൈപ്പ് ചെയ്യല്ലേ? അതെ, സ്വൈപ്പ് ചെയ്യാം. നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നേരെ ടാർജറ്റ് വെക്കാൻ പഠിക്കാം. അപ്പൊ ചെറിയ വ്യത്യാസമുള്ളൂ. SLM ഓർഡർ ഇടുന്നതിന് പകരം ലിമിറ്റ് ഓർഡർ ആണ് ടാർജറ്റ് വെക്കാൻ വേണ്ടി ഇടേണ്ടത്. മനസ്സിലായോ? ആദ്യം കാണുന്ന ലിമിറ്റ് ഓർഡർ അല്ലേ? അത് നിങ്ങൾക്ക് മൊബൈലിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. കാരണം മൊബൈലിലും സെയിം തന്നെയാണ് അല്ലെ? ലിമിറ്റ് ഓർഡർ മൊബൈലിലും ഉണ്ട്. SLM ഓർഡർ മാത്രമേ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പൊസിഷൻസിൽ പോയിട്ട് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 3 രൂപ 30 പൈസ ലാഭത്തിൽ കാണിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു ഡോട്ട് ഉണ്ട്. അതിൽ പോയിട്ട് വീണ്ടും എക്സിറ്റ് കൊടുക്കണം. അപ്പൊ മൊബൈൽ യൂസേഴ്സ് എങ്ങനെ ചെയ്യും? ഓൾറെഡി പൊസിഷൻസിൽ പോവാ. പൊസിഷൻസിൽ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു താഴെ 5 പേജസ് ആണ്, 5 മെനു ആണ് ഉള്ളത്. അതിൽ 4ാമത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന മെനുവിൽ പോയാൽ ടോപ്പിൽ ഹോൾഡിങ്സ് പൊസിഷൻസ് എന്ന് 2ആയിട്ട് കാണാം. അതിൽ പൊസിഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏഷ്യൻ പെയിന്റ്സ് അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? എത്രയാണ് ലാഭം എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിറ്റ് കൊടുക്കാം. അപ്പൊ രണ്ടിലും ഇവിടേക്ക് എത്തുന്ന മാർഗം ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഈ പൊസിഷൻസിൽ പോയിട്ട് ഏഷ്യൻ പെയിന്റിലെ 3 ഡോട്ട്സിൽ എക്സിറ്റ് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എക്സിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി വന്ന അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഓടി വരും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇപ്രാവശ്യം നമ്മൾ ലിമിറ്റ് ഓർഡർ ആണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ടാർജറ്റ് ആണ് വെക്കാൻ പോകുന്നത്. സ്റ്റോപ്പ് ലോസ് അല്ല, ടാർജറ്റ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ടാർജറ്റ് എവിടെയാണ്? 1-1 വെച്ച് നമ്മളിവിടെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഗ്രീൻ കളറിൽ 2722 രൂപ 45 പൈസ. അപ്പൊ പോയിന്റ് ഇപ്പൊ തൽക്കാലം അടിക്കേണ്ട, പ്രാക്ടീസ് ചെയ്യാനല്ലേ. 2222 രൂപ അടിക്കാം. 2220 എത്രയാണ്? 2722 അല്ലെ? 2722 രൂപ അടിച്ചിട്ട് സെല്ല് കൊടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കുക, ഓർഡർ ഈസ് പെൻഡിങ് എന്ന് തന്നെയാണ് കാണിക്കേണ്ടത്. കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ലിമിറ്റിലേക്ക് മാറ്റിയില്ല. എപ്പോഴും ഇത് മിസ്റ്റേക്ക് പറ്റും. ഇപ്രാവശ്യം നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റില്ല, ഞാൻ എടുത്ത് പറയുന്നുണ്ട്. സ്വയമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് മാറ്റിയിട്ട് ലിമിറ്റിലേക്ക് ഇടണം അല്ലെ? ഡൺ കൊടുക്കുക. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നിങ്ങളിത് ഒരിക്കലും നിങ്ങളിത് കണ്ടിട്ട് സിനിമ കാണുമ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പിറ്റേ ദിവസം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാളെ നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് സ്റ്റോപ്പ് ലോസ് വെച്ചോ ടാർജറ്റ് വെച്ചോളാം ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നാളേക്ക് മറന്നു പോകും. ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോ അതിനുശേഷം ഓർഡേഴ്സിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ടും ഒരുമിച്ച് കാണാം. അതിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ടാർജറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. രണ്ടും സെല്ലാണ് കാണിക്കുക. ക്വാണ്ടിറ്റി ഇൻട്രാഡേ ഒക്കെ ചെക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള പ്രൈസിന്റെ മേലെയാണ് അല്ലെ? നിലവിലുള്ള സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള പ്രൈസിന്റെ താഴെയാണ്. ടാർജറ്റ് നിലവിലുള്ള പ്രൈസിന്റെ മേലെയാണ്. സ്റ്റോപ്പ് ലോസ് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണും. ടാർജറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ ഇത് അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ആദ്യം വെക്കുക, ടാർജറ്റ് ലാസ്റ്റ് വെക്കുക. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാം, അടിയിൽ കാണുന്നത് സ്റ്റോപ്പ് ലോസ്, മേളിൽ കാണുന്നത് ടാർജറ്റ്. അപ്പോൾ ഈ ടാർജറ്റും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി എല്ലാവരും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ടാർജറ്റ് വെക്കുക. സെയിം ഒന്നുകൊണ്ട് റിവൈസ് ചെയ്തെന്നുള്ളൂ. എക്സിറ്റിൽ പോവുക, ടാർജറ്റ് വെക്കുക. ഒരു വ്യത്യാസമുള്ളൂ, SLM ഓർഡറിന് വരാൻ ലിമിറ്റ് ഓർഡർ ആണ് ടാർജറ്റ് ആയിട്ട് വെക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാണാം. എന്താണ് ഈ ലിമിറ്റ് ഓർഡർ, എന്താണ് ഈ SLM ഓർഡർ, അതിന്റെ ഫുൾ ഫോം എന്താണ്, ഇത് വേറെ എന്താ കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ ഉണ്ട് കാണാൻ. അപ്പൊ അതൊക്കെ നമുക്ക് നാളെ കാണും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ 2 കാര്യം പഠിച്ചുള്ളൂ. ഒരു എൻട്രി എടുക്കാൻ, ഫസ്റ്റ് സ്റ്റോക്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ, ബൈ ചെയ്യാൻ. സെല് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ബൈ ചെയ്യാൻ, സ്റ്റോപ്പ് ലോസ് വെക്കാൻ, ടാർജറ്റ് വെക്കാൻ.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ ചോദിക്കുക. അതിനുശേഷം ബാക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കുറിച്ച് വെക്കുക, നാളത്തെ ക്ലാസ്സിൽ ചോദിക്കുക. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ടാർഗറ്റ് ഒന്ന് പറയാം. മൊബൈലിലാണെങ്കിൽ പൊസിഷൻസിൽ പോവാം. പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പൊസിഷൻ അവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി റണ്ണിങ് ആയിട്ട് കിടക്കുന്ന പൊസിഷൻ ഇവിടെ കിടന്നിങ്ങനെ കണ്ടാവും, റെഡ് ഓർ ഗ്രീൻ. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 3 ഡോട്ട് ഉണ്ടാവും, അതിൽ പോയിട്ട് എക്സിറ്റ് കൊടുക്കാം. അപ്പൊ എക്സിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി നമ്മൾ SLM മോഡർ ആണ് ആക്കിയത് അല്ലെ? കമ്പ്യൂട്ടറിലാണെങ്കിൽ SLM മോഡർ ആണ് ആക്കിയത്, മൊബൈലിലാണെങ്കിൽ SLL ഇട്ടിട്ട് മാർക്കറ്റിൽ ടിക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ SLM മോഡർ ഒന്നും ആക്കണ്ട, ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ഓർഡർ ആക്കാം. മൊബൈലിലാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, കാരണം എന്താ, മോഡൽ ലിമിറ്റ് മാർക്കറ്റ് SLL അവിടെ കിടക്കണ്ടല്ലോ, അതിൽ ലിമിറ്റ് ഓർഡർ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോ ഓർത്ത് വെക്കുക. അപ്പൊ എമൗണ്ട് നമ്മള് സ്റ്റോപ്പ് ലോസിന്റെ സെയിം എമൗണ്ടിൽ തന്നെ വെക്കണം. അല്ലല്ല, ടാർജറ്റിന്റെ ഇത് ഈ ഗ്രീൻ കളറിലുള്ള 2722 സ്റ്റോപ്പ് ലോസ് താഴെ, ടാർജറ്റ് മേലെ ഗ്രീൻ കളർ ലൈനോട് വരച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ ആ റെഡും ഗ്രീനും എങ്ങനെയാ നമ്മള് ചെയ്യുന്നതെന്ന് പറയും. ഇത് പറയാം. നമ്മൾ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് കണ്ടിരുന്നു. ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ഓപ്പൺ ആണ് നമ്മൾ റെഡ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അത് മനസ്സിലായി. ജസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സൈഡ് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മുകളിലേക്ക് വലിക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ മാർക്ക് ചെയ്തത് സ്കെയില് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അല്ലേ? എങ്ങനെയാണ് ആ റെഡും ഗ്രീനും വർക്ക് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ടല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് മാർക്ക് ചെയ്യണത് ഇങ്ങനെയാണ്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, രണ്ടാമത്തെ സെക്ഷനിൽ ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്ത് അല്ല, ഞാൻ ഈ റെഡും ഗ്രീനും മറ്റേ ആ ഒരു ട്രാൻസ്പെറന്റ് ഇത് വെച്ചില്ല നിങ്ങൾ, ടാർഗറ്റ് 1:1 റേഷ്യോ, ലോങ് പൊസിഷൻ. അതെങ്ങനെയാണ്? അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ 5ാമത്തെ സെക്ഷനിൽ ആദ്യത്തെ 2 ടൂളുകളാണ്. അതിൽ നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയുന്ന ടൂളാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഈ 3 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ക്ലോസ് കണ്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്. ആ ക്ലോസിംഗ് പ്രൈസിലാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. സ്റ്റോപ്പ് ലോസിലല്ല. ടൂള് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ 5ാമത്തെ സെക്ഷനിൽ ഫസ്റ്റ് ടൂള് ലോങ് പൊസിഷൻ. ലോങ് എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാം, ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇല്ലാത്ത സാധനം ആദ്യം വിൽക്കാം. അപ്പൊ ലോങ് പൊസിഷൻ ടൂളാണ് നമ്മൾ എടുക്കേണ്ടത്, ബൈ ചെയ്യാം. നമ്മൾ എവിടെയാണോ എൻ്റർ ചെയ്യുന്നത്, നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ മേലേക്ക് 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണല്ലോ, ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അവിടെ പ്ലേസ് ചെയ്യാം. ഇതിപ്പോ വേറെ വല്ലതും പ്ലേസ് ചെയ്യുന്നെങ്കിൽ ഇവിടേക്ക് മാറ്റി വെച്ചാലും മതി. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ആ സ്റ്റോപ്പ് ലോസിന്റെ തുല്യ ദൂരം, അപ്പൊ വില ഇവിടെ നോക്കി വെച്ചാലും മതി, ആ തുല്യ ദൂരം തന്നെ ടാർജറ്റ് വെക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ എല്ലാം ഒരു ലൈൻസ് ഒക്കെ ആയിട്ട് വരച്ചിട്ടാൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നീട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ലൈൻസ് ആയിട്ടൊന്നും വരയ്ക്കണ്ട. ആദ്യത്തെ ക്യാൻഡലിന്റെ ഓപ്പൺ ആണ് സ്റ്റോപ്പ് ലോസ്, പിന്നത്തെ ക്യാൻഡലിന്റെ 3 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ ക്ലോസ് ആണ് എൻട്രി. അതിലേക്കുള്ള തുല്യ ദൂരം അളന്ന് ടാർജറ്റ് വെക്കുന്നു. അപ്പൊ അങ്ങനെ അളക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കെയിലിന്റെ പിക്ചർ ഉണ്ട്. ഇതാ ഇവിടുന്ന് ഇവിടേക്ക് നോക്കുക, എത്രയാണ്? 26 രൂപ. മുകളിലേക്ക് 26. റൈറ്റ് സൈഡില് മാക്സിമം 710 വരെ പോകുന്നത്. ഓക്കെ, ചാർട്ട് ചെറുതാക്കിയാൽ മതി അല്ലേ? ഇവിടെ കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസും ടാർജറ്റും. നമ്മൾ ഈ ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ അതേ കളറിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ എൻട്രി 26.87. എൻട്രി അല്ല, അത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് 26.66, ടാർജറ്റ് 27.22 അല്ലെ? സാറേ, ഞാൻ ഓർഡർ എടുത്തപ്പോ വൈകിട്ട് അത് ഇത് ഓപ്പണിൽ കാണിക്കുന്നില്ല, എക്സിക്യൂട്ടീവിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഓർഡറിനാണ് നമ്മൾ എക്സിക്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. ഏതാണ്? സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോഴാണോ? അല്ല, ആദ്യം ബൈ ചെയ്തപ്പോ തന്നെ. അപ്പൊ ഇപ്പൊ ഫണ്ട് കാണിക്കുന്നത് ആ ബാലൻസ് 1000 ആയിരുന്നു ഉണ്ടായിരുന്നത്, 461 കാണിക്കുന്നുള്ളൂ. അത്രയും യൂസ് ആയിട്ടുണ്ടാവും. ഒരു 500 രൂപ ഓൾറെഡി യൂസ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഒരു ട്രേഡ് ബൈ ചെയ്തു അല്ലെ? നിലവിലൊരു ട്രേഡ് ഓൾറെഡി ബൈ ചെയ്തു. അപ്പൊ അത് പൊസിഷൻസിൽ കാണിക്കുന്നുണ്ടോ? പ്രൊഫൈലിലോ പോർട്ട്ഫോളിയോയിലോ? പോർട്ട്ഫോളിയോയുടെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ പൊസിഷൻസ്, മൊബൈലിലാണെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഉള്ളിലാണ് കാണിക്കുക പൊസിഷൻസ്. ഓക്കെ, പൊസിഷനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓർഡേഴ്സിൽ കാണിക്കുന്നില്ലേ?
ഓർഡേഴ്സിൽ എക്സിക്യൂട്ടഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ കാണിക്കുന്നില്ലേ? എക്സിക്യൂട്ടീവിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ടാണ് 1000 രൂപയിൽ ബാക്കി കുറഞ്ഞത്. അത് ഈ ട്രേഡ് കഴിയുമ്പോൾ ബാക്കി ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം കഴിച്ചിട്ട് ബാക്കിയുള്ളത് വീണ്ടും തിരിച്ചു കയറിക്കോളും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് ബ്രോക്കറേജ് വരുമോ? ബ്രോക്കറേജ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബ്രോക്കറേജ് എങ്ങനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാം. സെല്ലടിക്കും അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ 2722 എന്നുള്ള അത് നമ്മൾ ടാർഗറ്റ് വെച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ 15 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ ഓപ്പണും ക്ലോസും മാർക്ക് ചെയ്തു. ദെൻ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാക്കിയിട്ട് ആ ബ്ലൂ ലൈനിന്റെ മേലെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആദ്യം പ്ലേസ് ചെയ്യാം. അപ്പൊ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ഇവിടെ കാണാൻ പറ്റും, 26 രൂപ 90 പൈസ. അത്ര തന്നെ തുല്യ ദൂരം നമ്മൾ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അളക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മെഷർ ടൂൾ ആണ് ഈ ലോങ് പൊസിഷൻ ടൂൾ. അവിടെ നമ്മുടെ ടാർഗറ്റ് വെക്കുക. അപ്പൊ അതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവിടെ സെന്ററിൽ നോക്കി കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1 കാണണം. അപ്പൊ കൃത്യം 1 വേണമെന്നില്ല. 0.99 ആയാലും കുഴപ്പമില്ല, 1.01 ആയാലും കുഴപ്പമില്ല. ഏകദേശം 1 കാണാവുന്ന തരത്തിൽ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട മനസ്സിലാക്കാലോ സ്റ്റോപ്പ് ലോസിലേക്കുള്ള തുല്യ ദൂരമായിരിക്കണം ടാർഗറ്റിലേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ ലൈൻ കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെയും പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ എൻട്രി പിന്നെ അതിനുശേഷം മാറ്റി ഇവിടെ വെക്കാം. അപ്പൊ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കറക്റ്റ് ആയിട്ട് ഇതിൽ കാണാം. അപ്പൊ എൻട്രി നമ്മൾ വരയ്ക്കാൻ നമുക്ക് കിട്ടണമെന്നില്ല. 10-30 പൈസ മുകളിലായിരിക്കും കിട്ടുക. നമ്മളിവിടെ വരയ്ക്കുന്നേക്കാളും നമ്മൾ മാർക്കറ്റ് ഓർഡർ വാങ്ങുന്നതുകൊണ്ട് ഒരു 20-30 പൈസയുടെ വ്യത്യാസം ഉണ്ടാവും എൻട്രിക്ക്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മളിവിടെ വരച്ചിട്ടാണ് അവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കൃത്യം നമ്മൾ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് അല്ലെ. എൻട്രി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. എൻട്രി മാർക്കറ്റ് പ്രൈസിന് കിട്ടുന്ന വിലക്കാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അത് ചിലപ്പോൾ 26.88.60 ആവാം, 70 ആവാം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കൃത്യം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൃത്യം വെക്കുക. ഓക്കെ. അപ്പൊ ഇതിൽ ഇപ്പൊ ഒരു 2000 രൂപയുടെ സ്റ്റോക്കുമ്പോ ആ ചില്ലറയൊന്നും അടിക്കാൻ നിൽക്കണ്ട. പക്ഷെ 100 രൂപ 50 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ ഇപ്പൊ 50 രൂപ 57 പൈസ ആണെങ്കിൽ 57 പൈസ തന്നെ അടിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. 2000-3000 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ ആ ചില്ലറ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ക്ലാസ് തീരുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓരോ ദിവസങ്ങളും ഇതുപോലെ കൊച്ചു ഓരോ കാര്യങ്ങൾ പുതിയത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. നാളെ നമുക്കൊന്ന് മൊബൈൽ വെച്ച് കാണിക്കാൻ പറ്റുമോ? നമ്മൾ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി പറയാമോ? കട്ടായി പോണു. നാളെ ക്ലാസ് നമുക്ക് ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും മൊബൈലിന്റെ വെർഷനിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? മൊബൈലിന്റെ വെർഷനിൽ കാണിക്കാന്ന് വെച്ചാൽ നോക്കാം. മൊബൈലിന്റെ വെർഷനിൽ കാണിക്കാൻ നോക്കാം. മൊബൈലില് ഞാനൊരു കാര്യം ചെയ്യാം. മൊബൈലിൽ ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ടാർഗറ്റ് വെക്കുന്നത് എന്നുള്ളതേ. അല്ലേ? അപ്പൊ ഇത് ഒരു മിനിറ്റ് സാറാ, ഈ നമ്മളിപ്പോ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ തന്നെ ഇത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചത് ഇങ്ങനെ കണ്ടു, അതെനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ പൊസിഷനിൽ പോയി ഏഷ്യൻ പെയിന്റിനെ സെലക്ട് ചെയ്തിടുമ്പോൾ അതെങ്ങനെയാണ് സാറ് ഒരു ഡിസ്പ്ലേ ഞാൻ കണ്ടായിരുന്നു, സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് വെച്ചേക്കണേ. അതെനിക്ക് കാണാനില്ല. ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ. ഒരു മിനിറ്റ്. ഓക്കെ. അതായത് എനിക്ക് മനസ്സിലായില്ല. അതായത് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചെന്നുള്ളത് മനസ്സിലായില്ല. അല്ലല്ല, വെച്ചു ഞാൻ. പക്ഷെ എനിക്കത് ഞാൻ വെച്ചത് കാണുന്നില്ല. അതിന് ഓർഡേഴ്സിൽ പോകണം. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചാൽ നേരെ ഓർഡേഴ്സിൽ പോയിട്ട് അത് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് എക്സിക്യൂട്ട് ആയിട്ടോ ചെക്ക് ചെയ്യാം. ഞാൻ പൊസിഷനിൽ ചെക്ക് ചെയ്തോണ്ടിരുന്നത്. പൊസിഷൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് ഇപ്പോ ലൈവായിട്ട് മൂവ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഓർഡർ, എക്സ്ചേഞ്ചിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കത്തുകൾ, അത് വാങ്ങൂ, ഇത് ഇന്ന വിലക്ക് കിട്ടിയാൽ വാങ്ങിക്കോ, ഇത് ഇന്ന വിലക്ക് കിട്ടിയാൽ വിറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഓർഡറുകൾ കൊടുക്കുന്നതാണ് ഓർഡേഴ്സിൽ കാണാം. അതിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആണ് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ കാണാം. പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഇനി വാങ്ങാനുണ്ട്, ഫ്യൂച്ചറിലുള്ള ഓർഡേഴ്സ് ആണ് നമ്മൾ ഓപ്പൺ ഓർഡേഴ്സിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം അടുത്ത സെക്ഷൻ ഏകദേശം ഒരു 9-9:30 ആവും തുടങ്ങുമ്പോൾ. നമ്മൾ 9:15 ഇടുന്നുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെറുതെ ഏതെങ്കിലും സ്റ്റോക്ക് ചുമ്മാ ഒന്ന് വാങ്ങി, ഒരു ടാറ്റ സ്റ്റീലോ പഞ്ചാബ് നാഷണൽ ബാങ്കോ പോലെ വളരെ വില കുറഞ്ഞ സ്റ്റോക്ക് വാങ്ങിയാൽ മതി. വെറുതെ പഠിക്കാനല്ലേ. വാങ്ങി
വെറുതെ സ്റ്റോപ്പ് ലോസ് വെക്കുക, വെറുതെ ടാർജറ്റ് വെക്കുക. ഒരു സ്ട്രാറ്റജി ഒന്നും വേണ്ട. വെറുതെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർജറ്റ് വെക്കുക, പൊസിഷൻസിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ഓർഡേഴ്സിൽ നമ്മൾ വെച്ചത് കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ വരും. ഡൗട്ട്സുകൾ വരുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആദ്യം ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് അത് നമ്മൾ പക്കയാക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്ന ക്ലാസ് എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സാറേ ഓൾറെഡി എടുത്ത ഓർഡർ ഒക്കെ നമ്മള് ഇന്നിപ്പോ നമ്മൾ ഈ ബൈ ചെയ്തതിന് എക്സിറ്റ് എന്താണ് പറഞ്ഞത്? ഓൾറെഡി എടുത്ത ഓർഡേഴ്സ് എക്സിറ്റ് ചെയ്യണമെന്ന്. വേണ്ട, സ്റ്റോപ്പ് ലോസും ടാർജറ്റും പെർഫെക്റ്റ് ആയിട്ട് വെച്ചോര് പിന്നെ എക്സിറ്റ് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൽക്കാലം എക്സിറ്റ് ചെയ്തോ. സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ കിടന്നോട്ടെ. അപ്പൊ ഇന്ന് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് അടിച്ചില്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നിന്നെങ്കിലോ വൈകുന്നേരത്തിനുള്ളിൽ നമ്മള് അപ്പൊ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ. ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രേഡിലേക്ക് ഫോക്കസ് ചെയ്യണ്ട. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻസിൽ പോയിട്ട് എക്സിറ്റ് കൊടുത്തോ. നമുക്ക് അടുത്ത ദിവസം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റേ സ്ക്വയർ ഓഫ് ചാർജിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ എക്സിറ്റ് കൊടുത്തോ. എക്സിറ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 3:15 വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:30 നമ്മൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ബ്രോക്കർ ഒരു ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് എടുക്കും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളിപ്പോ തൽക്കാലം ക്യാൻസൽ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3:15 ക്യാൻസൽ ചെയ്താലും മതി. 3 മണിയാവുമ്പോഴേ 3 മണിയാവുമ്പോ ഒരു അലാറം വെച്ചിട്ട് ക്യാൻസൽ ചെയ്താലും മതി. ലോസോ പ്രോഫിറ്റോ വരട്ടെ. സാറേ ഞാൻ സാറിനെ ഉച്ച കഴിഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ചോളൂ. അതെങ്ങനെ ക്യാൻസൽ ചെയ്യണ്ടെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? എക്സിറ്റ് അടിച്ചാൽ മതി. ആ 3 ഡോട്ടുമ്പോ പോയിട്ട് എക്സിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടല്ലോ, അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് വരും. എക്സിറ്റ് അടിച്ചാൽ മതി. ഏതിലാണോ ഓർഡേഴ്സിലാണോ കൊടുക്കേണ്ടത് അതോ അല്ല, പൊസിഷൻസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെക്കുന്നത് ആ 3 ഡോട്ട് പൊസിഷൻസിലാണെന്ന് ഓർത്ത് വെക്കുക. അതെപ്പോഴും നമ്മൾ തെറ്റി ഓർഡേഴ്സിലേക്ക് പോയി തപ്പി നോക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് വെക്കാനും ടാർഗറ്റ് വെക്കാനും ഒക്കെ പൊസിഷൻസിലാണ്. അപ്പോ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിച്ചില്ലെങ്കിൽ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യണ്ട. അത് ക്യാൻസൽ ചെയ്തോ. അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്യാൻസൽ ആയിക്കോളും. എന്നാലും അത് ക്യാൻസൽ ചെയ്തിട്ടോ. നമ്മൾ പൊസിഷനിൽ പോയി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചേക്കുന്ന ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഇല്ല, അത് നമ്മൾ തന്നെ മാനുവലി ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും കയറി വാങ്ങും, വീണ്ടും മാർക്കറ്റ് അതിൽ കൂടെ പോകുമ്പോൾ. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഓർഡേഴ്സിൽ പോയിട്ട് ഓപ്പൺ ഓർഡേഴ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, ക്യാൻസൽ കൊടുക്കുക. അല്ലെങ്കിൽ ആ ട്രേഡ് അവിടെ കിടന്നോട്ടെ. ഇതിപ്പോ നിസ്സാര വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ക്വാണ്ടിറ്റി അല്ലേ, നിസ്സാര വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്രാ സേഫ് ആ പൈസ പോണ്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം. അത് ഞാൻ പറഞ്ഞേ, പോണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ തുടങ്ങി ട്രേഡ് ചെയ്യേണ്ടവരല്ലേ. അപ്പൊ അത് പോണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം അതൊന്ന് എക്സിറ്റ് ചെയ്തിടുക, ആ ഓർഡേഴ്സിൽ പോയിട്ട് എല്ലാം ക്യാൻസൽ ചെയ്യുക. അപ്പൊ നമ്മൾ ഇനി പതുക്കെ ഓരോ കാര്യങ്ങൾ പുതിയത് പഠിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ സെപ്പറേറ്റ് വെക്കുമ്പോൾ നമ്മളത് മാനുവലി പോയിട്ട് ക്യാൻസൽ ചെയ്യണം. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് പോയിട്ട് ക്യാൻസൽ ചെയ്യണം, ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പോയിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോൾ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ കിട്ടും, ചിലപ്പോൾ ലോസ് വരും, ചിലപ്പോൾ സ്ക്വയർ ഓഫ് ചാർജ് വരും. അതുകൊണ്ട് വെറുതെ തൽക്കാലം ക്യാൻസൽ ചെയ്തിട്ടോ. എന്ത് മാറ്റം വന്നാലും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര പൈസ വ്യത്യാസം വരുള്ളൂ. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തിടുന്നതാ നല്ലത്. ഒരു ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. ഒരു 5-10 രൂപ മാറ്റം വരും. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അലാറം വെച്ചാ പോരെ, ജസ്റ്റ് എന്താവും അറിയാനുള്ള മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അലാറം വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് സ്റ്റോക്കിൽ തന്നെ അലാറം വെക്കാനുള്ള ഓപ്ഷനൊക്കെ പഠിക്കാം. മൊബൈലിൽ ബെല്ലടിപ്പിക്കാനും അത് നോക്കിയിട്ട് ക്യാൻസൽ ചെയ്യാനൊക്കെ പഠിക്കാം. അപ്പൊ തൽക്കാലം അതൊന്ന് എക്സിറ്റ് ചെയ്തിട്ടോ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സിറ്റ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ കിടന്നാലും വലിയ മാറ്റമൊന്നും വരില്ല. 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജ് പോകും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ക്യാൻസൽ ചെയ്തിട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ജസ്റ്റ് ഒരു ഇപ്പൊ നമ്മുടെ അടുത്ത് എൻട്രി ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള എൻട്രി ആണോ? നമ്മുടെ ബാക്കിയുള്ള എല്ലാം ഇൻട്രാഡേയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു എൻട്രി ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മള് ചുമ്മാ എടുത്തതാണോ? അല്ല, നമ്മള് പഠിച്ചു കഴിഞ്ഞാലും എടുക്കുന്ന എൻട്രി. ഇത് നമ്മുടെ സ്ട്രാറ്റജിയാണ്. അതല്ല അത് ചോദിച്ചേ, ഇതിനകത്ത് എല്ലാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഇൻട്രാഡയ്ക്ക് എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട്. ഓക്കെ ശരി. അതെ. അപ്പൊ ഇനി ഇത് നമ്മൾ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കും.
ഇപ്പൊ നമ്മളൊരു ട്രേഡ് എടുക്കണത് എങ്ങനെയാണ്, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കണ്ട തന്നെ കയറി എടുത്തത്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്ത് പഠിക്കും. എടുത്തത് കറക്റ്റ് ആണ്. അതെ അതെ അതെ. അപ്പൊ അടുത്ത ദിവസങ്ങൾ തുടങ്ങി മറ്റുള്ള ക്രൈറ്റീരിയാസ്, ചെറിയ ചെറിയ ക്രൈറ്റീരിയാസ് ഓരോ ദിവസങ്ങളിൽ പുതിയത് വരും. അപ്പൊ കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ 2-3 സ്റ്റോക്ക് നോക്കിയിട്ട് ആദ്യം കണ്ടത് കണ്ട് എടുക്കല്ലേ ചെയ്തേ. അപ്പൊ ഒരു 10-30 സ്റ്റോക്ക് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി എടുക്കാൻ നമ്മൾ പഠിക്കും. അപ്പൊ അത് പതുക്കെ മോഡിഫൈ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ബ്രോക്കറുടെ ടെർമിനൽ യൂസ് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എൻട്രി, ഓർഡർ, പൊസിഷൻസ് ഇത് മനസ്സിലാക്കാനും ആ മൊബൈൽ ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് ഫ്ലുവന്റ് ആവാനാണ്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങി പ്രോഫിറ്റ് നോക്കണ്ട, ഒരു ക്വാണ്ടിറ്റി വെറുതെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വെറുതെ ഒരു ക്വാണ്ടിറ്റി എടുക്കുക. നിങ്ങൾക്ക് സ്ട്രാറ്റജി കൃത്യമായിട്ട് മനസ്സിലായ ആ സ്ട്രാറ്റജി വെച്ച് തന്നെ ചെയ്തോ, ഒരു ക്വാണ്ടിറ്റി മതി. അതല്ല സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പഞ്ചാബ് നാഷണൽ ബാങ്കോ ടാറ്റ സ്റ്റീലോ പോലെയുള്ള ചെറിയ വിലയുള്ള സ്റ്റോക്കുകൾ, നിഫ്റ്റി 50-യിലുള്ള എന്നാൽ ചെറിയ വിലയുള്ള സ്റ്റോക്കുകൾ ചൂസ് ചെയ്യുക. അപ്പൊ ഒരു ദിവസം 1-2 ട്രേഡ് വെറുതെ എടുത്ത് ശീലിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ഫ്ലുവന്റ് ആവണം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഫ്ലുവന്റ് ആവേണ്ടതാണ്. വലിയ പൈസക്ക് ചെയ്യണതിന് മുമ്പ് ഇത് ഫിംഗേഴ്സ് വളരെ ഫ്ലുവന്റ് ആയിരിക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർഗറ്റ് വെക്കുക, ക്യാൻസൽ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, പൊസിഷൻസ് പോവുക, ഓർഡർ എവിടെയാണ് എടുക്കുന്നത്, ഓപ്പൺ എവിടെയാണ്, എക്സിക്യൂട്ടഡ് എവിടെയാണ്, ഇത്തരം കാര്യങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഫ്ലുവന്റ് ആവാം. എന്നിട്ട് നമുക്ക് കൂടുതൽ സ്ട്രാറ്റജിയിലേക്ക് ഫോക്കസ് കൊടുക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പോ ഫ്ലോറിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. ഓക്കെ. താങ്ക് യു.